നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ വെറുക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകലുന്ന നമ്മളെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം, അതാണ് മനുഷ്യന് ഏറ്റവും മനസ്സിന് വിഷമമുണ്ടാക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ ആളുകൾ ചിന്തിച്ചു പോകും. മനസ്സിന് ഏറ്റവും വിഷമവും പിരിമുറുക്കവും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഏതൊരാളും ചിന്തിച്ചു പോകുന്നൊരു ചിന്തയാണ്, എന്തിനാണ് ഈ ജീവിതം, എന്താപ്പം ഞാൻ അങ്ങനെ ജീവിച്ചിട്ട്. അതിനാണ് വിശുദ്ധ ഖുർആൻ കൃത്യമായി ലോകത്തൊരു പ്രത്യയശാസ്ത്രവും ഇത്രയും കൃത്യമായി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല. കൂടുതൽ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കാൻ ഇപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയും ആളുകളെ, ജനമനസ്സുകളെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്ക്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം അത് ഇസ്ലാം നൽകുന്നു. അള്ളാഹുവിൻ്റെ മതമായ ഈ ദീൻ അത് നൽകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്, അതിനാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് കൃത്യമായിട്ട് പറയണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഞാൻ മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ആ അള്ളാഹു ആരാണ്, ആ അള്ളാഹുവിനെ പറ്റി കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒന്നാമത്തെ നമ്മുടെ ഈ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിൽ നമുക്ക് കുറച്ചൊരു വെളിച്ചം കിട്ടുക. അള്ളാഹു ആരാണ്. രണ്ടാമത് എന്താണ് ആരാധന എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അപ്പം അവിടെ ഒന്ന് അള്ളാഹനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കാനാണ് സകല പ്രവാചകന്മാരെയും അള്ളാഹു കൃത്യമായി നിയോഗിച്ചത്, ഓരോ സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരെ അവതരിപ്പിച്ചത്. ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, മൂസ നിങ്ങളെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന ഫിർഔനിന്റെ ചോദ്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരണം അല്ലേ, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് അഹങ്കാരം പറഞ്ഞിരുന്ന ഫിർഔനിന്റെ സദസ്സിലേക്ക് മൂസാ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും കൂടി കടന്നു ചെല്ലുകയാണ്. മൂസാ നബിക്ക് കുറച്ച് വിക്കുണ്ട്, സംസാരിക്കുമ്പം ഒരു വിക്കോട് കൂടിയാണ് സംസാരം. മൂസാ നബിക്ക് ഒരു ധൈര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചത്, ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുക എന്ന് ചോദിച്ചത്. ഞാൻ എന്താ അവിടെ പോയി പറയാന്നൊക്കെ നമുക്ക് തോന്നൂലേ, നമുക്കൊരു ധൈര്യമില്ല മൂസാ നബി അലൈഹി സ്വലാമിന്. അപ്പോൾ അള്ളാഹു ഞാൻ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ കൂടെയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വലിയൊരു ആശ്വാസം മൂസാ നബിക്ക് അള്ളാഹു നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് അള്ളാഹു മൂസാ നബിക്ക്. ഞാൻ അവിടെ ചെല്ലുമ്പം ഫിർഔൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ, നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന്. അതിന് ഫിർഔൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അതൊരു കഥയല്ല, ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അതിന് ഫിർഔൻ കൊടുത്തൊരു മറുപടി, ഈ മൂസാ നബി അലൈഹി സ്വലാം കൊടുത്തൊരു മറുപടി ഉണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എൻ്റെ റബ്ബ് ഞങ്ങളുടെ റബ്ബ് ആരാണെന്നറിയോ? എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിന് ഹിദായത്ത്, ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്ന്. നോക്കി, ആ ഫിർഔനിന് മനസ്സിലാകുന്ന ഒരു രൂപത്തിലാണ് മൂസാ അലൈഹിസ്സലാം പറഞ്ഞത് റബ്ബ് ആരാണെന്ന്. അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രമേറെ പുരോഗമിച്ച് വലിയൊരു മുന്നേറ്റത്തിൽ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും ആ ആയത്ത് ലോകാവസാനം വരെയുള്ള മനുഷ്യരെ കൊണ്ട് അള്ളാഹു ഓദിപ്പിക്കുകയാണ് അല്ലെ. അന്ന് മൂസാ നബിയോട് ചോദിച്ച ഫിർഔനിന്റെ ആ ചോദ്യവും മൂസാ അലൈഹിസ്സലാം വഹയിന്റെ അടിസ്ഥാനത്തിൽ ഫിർഔനിന് കൊടുത്ത ആ മറുപടിയും വിശുദ്ധ ഖുർആനിലെ ആയത്തായി ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു മാർഗദർശനമായി ആ ആയത്ത് അള്ളാഹു ഇങ്ങനെ നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുകയാണ്. ആരാണ് റബ്ബ്? കാരണം യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും,
നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണമെന്ന സൂറത്തുൽ ബഖറയിലെ കൽപ്പനയുണ്ട്. സർവ്വ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആരാണ് ആരാധിക്കേണ്ടത്? നിങ്ങൾ ശ്രീകൃഷ്ണനെയല്ല ആരാധിക്കേണ്ടത്, നിങ്ങൾ ശ്രീരാമനെയല്ല ആരാധിക്കേണ്ടത്, നിങ്ങൾ യേശുക്രിസ്തുവിനെയോ ശ്രീബുദ്ധേനെയോ മഹാവീരനെയോ അല്ല ആരാധിക്കേണ്ടത്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ റബ്ബിനെയാണ്. നിങ്ങൾക്ക് ഈ അള്ളാഹു എന്ന പദം കൂടിയല്ല അള്ളാഹ് അവിടെ ഉപയോഗിച്ചത്. റബ്ബു, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും നിങ്ങൾക്ക് ആവശ്യമായ സകല സംവിധാനങ്ങളും ചെയ്തു തന്ന് നിങ്ങൾക്ക് ആവശ്യമായ സകല അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ചെയ്തു തന്ന് നിങ്ങളുടെ ജീവൻ നിലനിർത്തുന്ന ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന ലോകത്തെ ഏറ്റവും വർഗീയതയില്ലാത്ത വിശ്വാസമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പൊ ആ റബ്ബാരാണ്? ആ റബ്ബാരാണ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ ആയത്ത് നമ്മൾ ഇന്ന് ഈ സയൻസ് ഇത്രയും അഡ്വാൻസ് ചെയ്ത ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ആയത്ത് ഇപ്പോഴും പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും നമുക്ക് ഒരുപക്ഷെ അവർ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. നിങ്ങളെ ചോക്കി, റബ്ബെന്ന് പറയുമ്പോൾ അതിന് ഓരോ സൃഷ്ടിക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകിയവൻ, അതിൻ്റെ ഗൈഡൻസ് നൽകിയവൻ അല്ലേ? ഒരു ഏകകോശ ജീവിയായ ബാക്ടീരിയ അത് ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ്? പണ്ട് 10ാം ക്ലാസ്സിൽ SSLCക്ക് ചില പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, എങ്ങനെയാണ് ബാക്ടീരിയ ഇരയെ പിടിക്കുക അല്ലേ? അതിൻ്റെ കൈ പോലത്തെ ഒരു സാധനം, ഫ്ലാജെല്ലാം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ട് അതെന്ത് ചെയ്യും? അതിങ്ങനെ ഇരയെ പിടിക്കും അല്ലേ? അതിൻ്റെ ഇരയെ അതിൻ്റെ ഉള്ളിലേക്കാക്കും. അത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. ഒരു കോശം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എന്ന ജീവിക്ക് 39 ട്രില്യൺ കോശങ്ങളാണ്. 39 ട്രില്യൺ കോശങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാലേ 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല, 1,00,000 കോടിയാണ്. 1,00,000 കോടിക്കാണ് 1 ട്രില്യൺ എന്ന് പറയാം. അങ്ങനത്തെ 39 ട്രില്യൺ കോശങ്ങളാണ്. ആ കോശങ്ങൾ കൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഒക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കി, ഇതിനെല്ലാം കൃത്യമായി ഓരോ കോശങ്ങൾക്കും ഈ 39 ട്രില്യൺ കോശങ്ങളെല്ലാം ഒരേപോലെയല്ല അല്ലേ? നമ്മുടെ മസിലിലുള്ള കോശമല്ല എല്ലിലുള്ള കോശമല്ല നമ്മുടെ നാഡിയിലുള്ളത്, നമ്മുടെ ഹൃദയത്തിലുള്ളത്. മസിൽ തന്നെ വ്യത്യസ്തമായ മസിലുകൾ അല്ലേ? വ്യത്യസ്തമായ കോശങ്ങൾ, വ്യത്യസ്തമായ അല്ലേ? കിഡ്നിയുടെ നെഫ്രോൺ അല്ല ഹൃദയത്തിൻ്റെ തലച്ചോറിലുള്ള ന്യൂറോൺ. രണ്ടും വ്യത്യാസമുണ്ട്. ന്യൂറോണും നെഫ്രോണും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന 39 ട്രില്യൺ കോശങ്ങളും ഒരേപോലെയല്ല, വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളെയാണ് അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ആ അള്ളാഹു റബ്ബാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അള്ളാഹുവിനെ അറിയുക എന്നത്, അതിലാണ് ഒരു വിശ്വാസിയുടെ ജീവൻ കിടക്കുന്നത്. ഒരു വിശ്വാസിയുടെ ആരാധനകളുടെ ഇബാദത്തിന്റെ ചൈതന്യം കിടക്കുന്നത് ആ റബ്ബിനെ അറിയുന്നതിലൂടെയാണ് അല്ലേ? ഇന്ന് രാവിലെ സുബഹി നമസ്കരിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 2 പ്രാവശ്യമെങ്കിലും നിർബന്ധമായും ചൊല്ലിയതിന് ശേഷമാണ് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവ്, ഈ പ്രപഞ്ചങ്ങളുടെ, ഈ കാണുന്നതും കാണാത്തതുമായ കോടാനകോടി ചരാചരങ്ങളുടെ റബ്ബായ, അതിനെ സൃഷ്ടിക്കുകയും അതിനെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരികയും അതിനെ ഉടമപ്പെടുത്തുകയും അതേപോലെ തന്നെ അതിനെ ഉടമപ്പെടുത്തുകയും ആ സൃഷ്ടിജാലങ്ങളെ മുഴുവൻ ഉടമപ്പെടുത്തുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മൾ കൃത്യമായി അറിയുന്നതിലൂടെയാണ് ആ റബ്ബിൻ്റെ മഹാത്മ്യവും ഗാംഭീര്യവും അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ പവറുമെല്ലാം നമ്മൾ അറിയുന്നതിലൂടെയാണ് നമ്മൾ അള്ളാഹുവിന് വിധേയപ്പെടുന്നതിലെ, നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത്. നമ്മൾ അള്ളാഹുവിൻ്റെ സ്നേഹമറിയുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും അല്ലേ? അള്ളാഹു റഹീമാണ്, റഹ്മാനാണ് എന്ന് നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടാകും അല്ലേ? അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ് എന്ന് അറിയുന്ന സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും. അപ്പം അതാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകത. ആ അള്ളാഹുവിനെ നമ്മൾ അറിയുക എന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും ഗുണങ്ങളിലൂടെയും
വിശേഷണങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് നമ്മൾ ആ റബ്ബിനെ അറിയുന്നത്. ആ റബ്ബിനെ അറിയുന്തോറും നമുക്ക് ആ റബ്ബിനെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നു, ആ റബ്ബിനെ ആരാധിക്കാൻ സാധിക്കുന്നു, ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ആ പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ, എല്ലാ കാര്യങ്ങളും മനസ്സിൽ മുഴുവനും അറിയുന്ന ആ റബ്ബിൻ്റെ മുമ്പിൽ വിനയാന്വിതനായിക്കൊണ്ട് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് നിലകൊള്ളാൻ സാധിക്കുന്നത്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ റബ്ബിനെ കുറിച്ചുള്ള അറിവ് കൊണ്ടാണ്, അള്ളാഹു ആരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ആ പ്രവാചകന്മാരുടെ ബാധ്യത സത്യത്തിൽ അതാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നു. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൂടുതൽ നന്നായി ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോൾ ഇവിടെ റബ്ബിനെ അറിയുക എന്നത് ഏറ്റവും വിശുദ്ധ ഖുർആനിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. സത്യത്തിൽ എനിക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചും കൂടി ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഒരു ഗൗരവം തോന്നിയത് എപ്പോഴാച്ചാൽ, ഞാൻ വെറുതെ എൻ്റെ ഒരു സുഹൃത്തിനോട്, അപ്പം അത്ര വലിയ ഒരു സീരിയസ് അല്ലാത്ത, അപ്പം നമ്മൾ പറയും, നമ്മളെ കാണുമ്പോൾ ചില ആൾക്കാർ പറയല്ലോ ഇതൊക്കെ കുറച്ച് ഓവറാണ്, എത്ര വലിയ താടിൻ്റെ ഒന്നും ആവശ്യമല്ല, ഇതൊക്കെ ഒരു ഡോക്ടറല്ലേ, ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ചുരുക്കാക്കി ഒന്ന് കുറ്റിത്താടിയാക്കി വെച്ചൂടെ, അല്ലെങ്കിൽ ആ പാൻറ്റൊക്കെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ നെരിയാണിൻ്റെ വരെയൊക്കെ ആക്കി, അത്ര ഒന്നും പൊന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ ഓവറാണ് എന്ന് പറയുന്ന കുറേ മുസ്ലിങ്ങൾ നമുക്ക് ചുറ്റുണ്ടല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? പണ്ടൊരാളിനോട് ഞാൻ അങ്ങനെ പള്ളിക്കന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പറഞ്ഞു, എനിക്കൊരു മോളുണ്ട്, ഒരു കല്യാണം വേണം, ഒരു കല്യാണം, ഒരു ചെക്കനെ വേണം, മൂപ്പരെ മോക്ക് പ്രായമായിക്കണ്, അപ്പം ഞാൻ കല്യാണം വേണം. അപ്പം നിങ്ങളടുത്ത് നല്ല അറിയണം, നിങ്ങൾ ഈ പ്രസംഗിക്കാനൊക്കെ പോകുന്നോണ്ട് നിങ്ങൾക്ക് എല്ലാവരും അറിയല്ലോ, നല്ല ചെക്കന്മാരുണ്ടെങ്കിൽ പറയണം എന്നാണ്. പിന്നെ മൂപ്പരൻ എന്നോട് പറയണേ, അങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴത്തിന് പള്ളിയേക്ക് മണ്ടിച്ചെല്ലുന്ന ആൾക്കാർ വേണമെന്നില്ല, ഒരു അസറാകുമ്പോഴത്തിന് ലൂറ് സ്കരിച്ചിന് പോലും മതിയെന്ന്, ഒരു അസറാൻ കൊടുക്കുമ്പോഴത്തിന് ലൂറ് സ്കരിച്ചിന കുട്ടികളെ മതിയെന്ന്. മുന്നത്തെ സഫിലൊക്കെ പോയി തിരക്കുണ്ടാക്കി വലിയ താടിയും വെച്ച് ടി വി ഒക്കെ തച്ച് പിടിച്ച ആൾക്കാരെ വേണ്ടാന്ന്. അപ്പം നമ്മളൊക്കെ ഓവറാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, മുസ്ലിങ്ങൾ തന്നെ ഉണ്ട്, ഇത്രയൊന്നും വേണ്ടാന്നൊക്കെ വിചാരിച്ച പോലെ. ഞാനെന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് അറിയണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വിചാരിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക്, ഇത് നമ്മളൊക്കെ കുറച്ച് ഓവറാണ് വിചാരിക്കണ സുഹൃത്ത്. അപ്പോൾ മൂപ്പരോട് ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു പേടി എന്താണ്, ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? ഓരോ മനുഷ്യന്മാർക്കും ഓരോ ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ പൊതുവായി മനുഷ്യന്മാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താ ചോദിച്ചു. അപ്പോൾ മൂപ്പരിനോട് പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഭാവി, ഇപ്പം നമ്മളൊരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മൾ തോൽക്കുമോ? ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കിട്ടൂലേ, ഇപ്പം നല്ലൊരു ജോലി കിട്ടൂലേ? ഇനിയിപ്പോൾ ജോലി കിട്ടിയാലോ ഈ ജോലി ഇപ്പോൾ നഷ്ടപ്പെടുമോ അല്ലേ? എന്തെങ്കിലും ഒരു അസുഖം വരുമോ? ഒരു പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ ആ എനിക്ക് വരും, മഞ്ഞപ്പിത്തം വരികയാണെങ്കിൽ അത് എനിക്ക് വരുമോ? പുറത്തൊക്കെ മഞ്ഞപ്പിത്തമാണ്, അപ്പം എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും, ആ ടെൻഷൻ. അങ്ങനെ എല്ലാത്തിനും ടെൻഷൻ അല്ലേ? കുട്ടികൾ സ്കൂൾക്ക് ബസ്സിൽ കയറ്റി പോയാൽ ഇനി കുട്ടീനെ ആരെങ്കിലും പീഡിപ്പിക്കുമോ? ബസ് ഇനി ഇറങ്ങുമല്ലോ, കുട്ടി ഉറങ്ങിപ്പോവോ, ബസ്സിൽ പെടുവോ? അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഭാവിയെക്കുറിച്ച് ഭയങ്കരമായി ആലോചിച്ചുകൊണ്ട് ടെൻഷൻ ആകണതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിനുള്ള പരിഹാരം എന്താണ് ചോദിച്ചു, വെറുതെ ഇതിനുള്ളൊരു പരിഹാരം എന്താ ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നെ കളിയാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രശ്നം അതിന് ഏറ്റവും സിമ്പിളായ മാർഗം നിങ്ങളെ മാർഗം തന്നെ. അപ്പോൾ ഞങ്ങളെ മാർഗം എന്താ? എല്ലാം പടച്ചോനെ ഏൽപ്പിക്കുക, എന്നിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക. എല്ലാ പ്രശ്നങ്ങളും പടച്ചോനെ ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. അതാണ് ഇപ്പം നിങ്ങൾ ചെയ്യണത്. വിശ്വാസികൾ ചെയ്യണം എന്താണ്? എല്ലാം പടച്ചോനിൽ ഭരമേൽച്ച് നമ്മൾ ടെൻഷനില്ലാണ്ട് നടക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു ഉപ്പരോട്, അങ്ങനെ അതാണ് ഏറ്റവും എളുപ്പമെങ്കിൽ, അതാണ് ഏറ്റവും ഈസിയായ മാർഗമെങ്കിൽ എന്താ ഇപ്പോൾ അതിനൊരു പ്രശ്നം? അങ്ങനെ പടച്ചോന് വരവേൽപ്പിച്ച് നമുക്ക് ടെൻഷനില്ലാതെ നടക്കാൻ പറ്റുമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം ചോദിച്ച മൂപ്പര് പറയാണ്, അങ്ങനെ ഇപ്പം എല്ലാവരുടെ പ്രശ്നം ഏറ്റെടുക്കാൻ ഇപ്പോൾ പടച്ചോന് വയ്ക്കുമെന്ന്, എല്ലാവരുടെ പ്രശ്നം ഏറ്റെടുക്കാം പടച്ചോന് വയ്ക്കുമെന്ന്. നമ്മൾ ചോദിക്കുക, ഒരാൾ അള്ളാഹുവിനെ പറ്റിയുള്ള ഒരാളുടെ വിശ്വാസമാണിത്. നമ്മളെല്ലാവരുടെ പ്രശ്നം കൂടി ഏറ്റെടുക്കാനൊന്നും പടച്ചോന് വയ്ക്കൂല എന്ന്. സഹോദരങ്ങളെ, ഇവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പം എന്താ പറഞ്ഞ നിങ്ങള്? ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിശ്ചയമായും കാര്യമെന്നത് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവരുന്നത്, അള്ളാഹുവാണ് നമ്മളെ ഉടമപ്പെടുത്തുന്നത്, അള്ളാഹുവാണ് നമ്മളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്,
അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് വീണ്ടും നമ്മളെ ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് വിചാരണയുടെ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് ലോകത്ത് മുഴുവൻ ചരാചരങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യം മുഴുവൻ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ആ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ആ റബ്ബിനെ അറിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ സാധിക്കുക? കൈഫ തക്ഫുറൂന ബില്ലാഹ് കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ. നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുക? നിങ്ങൾ മയ്യത്തായിരുന്നില്ലേ? നിങ്ങൾ ജീവനില്ലാത്ത ഒരവസ്ഥയിലായിരുന്നില്ലേ? മാതാവിൻ്റെ ലിംഗകോശവും പിതാവിൻ്റെ ലിംഗകോശവും കൂടിച്ചേർന്ന് ഒരു സിദ്ധാന്തമായി 2 കോശമായി 4 കോശമായി 8 കോശമായി 16 കോശമായി അത് 32 കോശമായി ഇരട്ടിച്ച് അതൊരു ഭ്രൂണമായി മാറി, അതൊരു കുഞ്ഞായി മാറി. അതിന് ജീവൻ കിട്ടിയത് എപ്പോഴാണ്? അല്ലേ? അതിന് ജീവൻ നൽകുന്ന ജീവന്റെ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് അത് ജീവനില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതൊരു മാംസപിണ്ഡമായിരുന്നു, ഒരു രക്തപിണ്ഡമായിരുന്നു. അത് പിന്നെ മാംസപിണ്ഡമായി, അത് എല്ലുകൾ വളർന്നു, പിന്നെയാണ് അതിന് റൂഹ് കിട്ടിയത്. അല്ലേ? അപ്പോൾ അതൊരു ജീവനില്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം അള്ളാഹു അതിന് ജീവൻ നൽകി. അല്ലേ? അങ്ങനെ പിന്നെ ആ ജീവനോടെ നമ്മൾ പുറത്തു വന്നു. ആ ജീവനോടെ പുറത്തു വന്നു. മനുഷ്യൻ ജനിക്കുന്ന പോലെയല്ല മറ്റു ജീവികൾ. അല്ലേ? ഓരോ ജീവികളും അതിൻ്റെ കുഞ്ഞുങ്ങൾ വ്യത്യസ്തമാണ് സ്വഭാവങ്ങൾ കൊണ്ട്. അല്ലേ? നമ്മളെ വീട്ടിൽ ഒരു കോഴിന് നമ്മൾ പൊരുന്നിക്കണ കോഴിക്ക് ഒരു 10 മുടുക നമ്മൾ വെച്ചെടുത്തിട്ട് ആ മുട്ട വിരിഞ്ഞ് നിങ്ങളാച്ചെങ്കിൽ 10 കോഴി കുഞ്ഞുങ്ങൾ അത് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി ഇന്നിങ്ങനെ പ്രസവിച്ച്, അല്ല ഇന്ന് ആ മുട്ടൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയ ആ കോഴിക്കുട്ടികളെ കാണാൻ തന്നെ ഒരു ചൊറുക്കേക്കാരൻ. അല്ലേ? ഒരു വലിയ തള്ളക്കോഴി ഒരു 10 കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ പോണത് കാണാൻ തന്നെ വല്ലാത്തൊരു ചൊറുക്കാണ്, കൗതുകമുള്ള കാര്യമാണ്. നോക്കി, ഒരു കാക്ക അല്ലെങ്കിൽ ഒരു പരുന്ത്, ഒരു കാക്ക വന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ ആ തള്ളക്കോഴി ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ 4 ഒച്ച ഉണ്ടാക്കൂലേ? ആ ഒച്ച കേട്ട ഉടനെ ഈ കുട്ടികൾ മുഴുവൻ അതിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ വന്ന് ഒളിക്കും. അല്ലേ? ഏത് സ്കൂളിലാണ് ഈ കോഴി കുഞ്ഞുങ്ങൾ പോയത്? ഇന്ന് രാവിലെ പ്രസവിച്ച് ഇന്ന് രാവിലെ മുട്ട വിരിഞ്ഞിറങ്ങിയ ആ കോഴി കുഞ്ഞുങ്ങൾക്ക് എന്ത് ക്ലാസ്സാണ് കിട്ടിയത്? ആരാണ് അതിന് ക്ലാസ് കൊടുത്തത്? അല്ലേ? ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ ചിറകിൻ്റെ പിന്നിൽ വന്ന് ഒളിക്കാനുള്ള ആ നിർദ്ദേശം ആരാണ് നൽകിയത്? അതാണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചില്ലേ, ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസാ, മൂസ ആരാണ് നിങ്ങളുടെ 2 പേരുടെയും റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി കൊടുത്തൊരു മറുപടിയുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ സൃഷ്ടിക്കും അതിൻ്റെ പ്രകൃതം നൽകുകയും അതിന് ഹിദായത്ത് നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്ന്. അല്ലേ? ആ കോഴിക്കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാരാണ്? മുട്ട വിരിഞ്ഞിറങ്ങിയ ആ താറാവ് കുഞ്ഞ് അത് കുളം കാണുമ്പോൾ കുളത്തിലേക്ക് ചാടി നീന്താൻ അതിനെ നീന്തം പഠിപ്പിച്ചതാരാണ്? ആ മുട്ടക്കുള്ളിൽ ഏത് സ്വിമ്മിംഗ് പൂളാണുള്ളത്? ആ മുട്ടക്കുള്ളിൽ ആരാണ് അതിനെ നീന്തൽ പഠിപ്പിച്ചത്? അതാണ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് റബ്ബ് ആരാണ് എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. എന്തിനാണ്? ആ റബ്ബിനെ പറ്റി അറിയാനാണ്. ആ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് 2 തരം ആയത്തുകളുണ്ട്. ഒന്ന് കൗനിയായ ആയത്താണ്, ഈ പ്രപഞ്ചമാണ്. ഈ കണ്ണിങ്ങനെ തുറന്നു വെച്ചാൽ നിങ്ങൾ കാണുന്ന ആകാശഭൂമികൾ, ഈ നക്ഷത്രങ്ങൾ, ഈ സൃഷ്ടിജാലങ്ങൾ, ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അല്ലേ? കോടാനകോടി സൃഷ്ടിജാലങ്ങൾ, നാം കാണുന്ന സൂര്യൻ, അല്ലേ? ആ സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വാഹനങ്ങൾ, ബഹിരാകാശ പേടകങ്ങളും വാഹനങ്ങളും അമേരിക്ക വിക്ഷേപിച്ചു. സൂര്യൻ്റെ പ്രതലത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഉയർന്ന ചൂട് കാരണം ഒന്നും സൂര്യൻ്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. നോക്കി, 15 കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ആ സൂര്യൻ്റെ ചൂടേറ്റിട്ടാണ് ഇവിടെ സൂര്യതാപം ഉണ്ടാകുന്നത്. അല്ലേ? ഇനി വരാൻ പോകുന്ന മാസം ചൂടിൻ്റെ മാസമാണ്. ഏപ്രിലും മെയ്യിലൊക്കെ കാണാം പത്രത്തിൽ, എന്താണ്, പാലക്കാട് സൂര്യതാപമേറ്റു. എന്നിട്ട് ഒരാളുടെ ചിത്രം ഉണ്ടാവും, ഓൻ്റെ പുറണ്ടാവും ഇങ്ങനെ, അല്ലേ? പുറങ്ങനെ അടയാളപ്പെടുത്തി ഒരു വട്ടട്ടച്ചുണ്ടാവും, സൂര്യതാപമേറ്റ മാകം എന്നൊക്കെ പറഞ്ഞ പേപ്പറിൽ ഫോട്ടോ ഉണ്ടാവും. 15 കോടി കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന സൂര്യൻ്റെ ചൂടേറ്റിട്ട് ഇവിടെ ആൾക്കാർ മരിച്ചു പോകുകയാണ്. ആ സൂര്യനെ സംവിധാനിച്ചത് ആരാണ്? അല്ലേ? ഈ ആകാശഗോളങ്ങൾ, നക്ഷത്രങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? നമ്മളിപ്പോൾ കാണുന്ന ലൈറ്റ് 8 മിനിറ്റ് മുമ്പ് സൂര്യനിൽ നിന്ന് പോകുന്ന ലൈറ്റാണ്. അല്ലേ?
ആ 8 മിനിറ്റാണ് സൂര്യൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടേക്ക് ഭൂമിയിലേക്ക് വെളിച്ചമെത്താനുള്ള സമയം. സൂര്യൻ ഇപ്പം ഓഫായാൽ 8 മിനിറ്റും കൂടി ഇവിടെ ലൈറ്റ് ഉണ്ടാവുള്ളൂ. 8 മിനിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് ലൈറ്റ് പോകുള്ളൂ. കാരണം 8 മിനിറ്റ് എടുക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് ലൈറ്റ് വരാൻ. ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ശാസ്ത്രത്തിന് ഇന്നും മനസ്സിലാകാത്ത വലിയൊരു അത്ഭുതമുണ്ട്. എന്ത്? ഗ്രാവിറ്റി എന്ന അത്ഭുതം അല്ലേ? ഐസക് ന്യൂട്ടൺ 1666 ആ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കുത്തിറക്കുമ്പോൾ ആപ്പിൾ വീണ് അല്ലേ? തേങ്ങയൊക്കെ എത്രയോ നമ്മളെ മണ്ടമ്മ കൂടെ മൂന്നിട്ടുണ്ട്. ആരും ഇതേവരെ ആലോചിച്ചിട്ടില്ല എന്താ അപ്പം തേങ്ങ താഴത്തേക്ക് മുകണെന്ന്. ന്യൂട്ടൺ ആലോചിച്ചു എന്താ അപ്പം അങ്ങനെ ആപ്പിൾ താഴത്തേക്ക് മുകണത്, ആപ്പിളിന് മേലക്കട പോയിക്കൂടെ എന്ന്. അപ്പോൾ ഭൂമിക്ക് ഗുരുത്വാകർഷണമുണ്ട്, സൂര്യന് ഗുരുത്വാകർഷണമുണ്ട്. സൂര്യൻ ഭൂമിയെ വലിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൂര്യനെ വലം വെക്കുന്നത് അല്ലേ? സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ലൈറ്റ് 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഗ്രാവിറ്റി, സൂര്യൻ്റെ ഗ്രാവിറ്റി എന്നാണോ നഷ്ടപ്പെടുന്നത്, ആ നിമിഷം എന്ത് ചെയ്യും? ആ ഭൂമി സൂര്യനെ വലം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതാണ്. ആലോചിക്കി, ഇപ്പോഴും ശാസ്ത്രത്തിന് മനസ്സിലാകാത്തൊരു അത്ഭുതമാണത്. എന്ത്? സൂര്യൻ ഇപ്പോൾ ഓഫായാൽ 8 മിനിറ്റ് കൂടി നമുക്ക് ലൈറ്റ് കിട്ടും. പക്ഷേ സൂര്യൻ എപ്പോൾ നശിക്കുന്നോ ആ നിമിഷം എന്ത് ചെയ്യും? ഭൂമി അതിൻ്റെ റൊട്ടേഷൻ മാറുന്നതാണ്. ഭൂമി ഇപ്പോൾ സൂര്യന് ചുറ്റാണ് സഞ്ചരിക്കുന്നത്, അത് മാറി വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതാണ്. പക്ഷെ അതിന് 8 മിനിറ്റ് വേണ്ടെന്നാണ്. അപ്പോൾ ഗ്രാവിറ്റിക്ക് 8 മിനിറ്റ് വേണ്ട, പക്ഷേ ലൈറ്റിന് ഇങ്ങോട്ട് 8 മിനിറ്റ് വേണം. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രത്തിന് ഇപ്പോഴും പിടികിട്ടാത്ത വലിയ അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. സൂറത്തു ആലു ഇമ്രാനിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് എന്നും ചൊല്ലുമായിരുന്നു എന്നാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. മാറി മാറി വരുന്ന രാപ്പകലുകൾ, ആകാശഭൂമികൾ, ഇതിലെല്ലാം എന്തുണ്ട്? മനുഷ്യന് തലക്കകത്ത് കാമ്പുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ കാമ്പ് എന്നാ പറയാ. അൽബാബ് എന്ന് പറഞ്ഞാൽ കാമ്പുള്ളവർ, തലക്കകത്ത് ഓളമുള്ളവരെ, തലക്കകത്ത് കാമ്പുള്ളവരെ. ഈ മാറി വരുന്ന രാപ്പകലുകളും ഈ ആകാശഭൂമികളുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതൊക്കെ ചിന്തിക്കണം എന്നാണ് പറയണത്. നോക്കി, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ അള്ളാഹുവിൻ്റെ കൗനീയായ ആയത്തുകളാണ്, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ്. ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് പടച്ചോൻ പറയുന്നത്. രണ്ടാമത് അള്ളാഹു ഇറക്കിയ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ പറ്റി ആലോചിക്കുന്നില്ലേ? ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? ഖുർആനിൻ്റെ ആയത്തുകളെ പറ്റി ഉറ്റാലോചന നടത്തുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് എന്തിനാണ്? കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, ചിന്തിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒരു റബ്ബ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, ഈ കോടാനകോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച, അതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ പറ്റി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നോ ഈ വഹയിലൂടെ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പറ്റി മനസ്സിലാക്കണം. ഒരു ദിവസം നമ്മൾ ഫാത്തിഹ ഓതുമ്പം തന്നെ അള്ളാഹുവിൻ്റെ നാല് ഗുണവിശേഷണങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ സുബൈക്ക് ഓതിയതാണ്. റബ്ബുൽ ആലമീൻ, ഞാൻ ഈ പറഞ്ഞ കോടാനക്കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുള്ള ഈ വലിയ പ്രപഞ്ചം അല്ലേ? വയേജർ എന്ന ഒരു ബഹിരാകാശ പേടകം അത് അമേരിക്ക വിക്ഷേപിച്ചിട്ട് 35 വർഷം കഴിഞ്ഞു. 35 കൊല്ലമായി അത് ബഹിരാകാശത്തിലൂടെ, സ്പേസിലൂടെ ഭൂമിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യാത്ര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു. എന്താണ്? അതും ഭൂമിയുമായുള്ള കണക്ഷൻ വിടാൻ പോവാണ്. അവിടുന്ന് കേട്ടുള്ള ചിത്രങ്ങളൊന്നും ഇപ്പോൾ വരാണ്ടായിട്ടുണ്ട്. പക്ഷേ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും വയേജർ എന്ന ബഹിരാകാശ പേടകം സ്പേസിൻ്റെ ഓരോ ചിത്രങ്ങൾ അയക്കുമ്പോഴും നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുണ്ട്, പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ട്, മനസ്സിലാക്കിയതിനേക്കാൾ വലുതാണ് ഈ പ്രപഞ്ചം എന്ന് ഓരോ സെക്കൻഡും അതിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. നോക്കി, എന്താണിത്? ഒരാകാശമാണ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർള്, അള്ളാഹുവിൻ്റെ കുർസി എന്നത് ആകാശഭൂമികളെക്കാൾ വിശാലമാണെന്ന് പറയുമ്പോൾ ഒരാകാശത്തിൻ്റെ വലിപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. ഒരാകാശത്തിൻ്റെ വലിപ്പം പോലും മനുഷ്യന് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അറിഞ്ഞതിനേക്കാൾ ഇനിയും അറിയാനുണ്ട്, പഠിച്ചതിനേക്കാൾ ഇനിയും പഠിക്കാനുണ്ട്, മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്നതിലേക്കാണ് മനുഷ്യനെത്തി നിൽക്കുന്നത്. അങ്ങനത്തെ ഒരാകാശം, മനുഷ്യനിപ്പോഴും മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാകാശം. എന്നാൽ അള്ളാഹു പടച്ചത് 7 ആകാശങ്ങളെയാണ്. 7 ആകാശങ്ങളെയാണ്. അതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ കുർസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കുർസിൻ്റെ വലിപ്പം എത്രയാണ്?
ആ കുർസിയുള്ളത് ഹർഷിലാണ്. ഹർഷിന്റെ വലിപ്പം എത്രയാണ്? മരുഭൂമിയിൽ കിടക്കുന്ന വട്ടക്കണിയുടെ ഇരുമ്പിന്റെ ചെറിയ മോതിരം കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ആ മോതിരമാണ് കുർസിയെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷ്. ആ മോതിരമായ കുർസിയുടെ വലിപ്പം ആകാശങ്ങളെക്കാൾ വിശാലമാണെന്ന് പറയുമ്പോൾ അതിൽ ഒരാകാശത്തിന്റെ വലിപ്പം പോലും 35 വർഷം മുമ്പ് വിക്ഷേപിച്ച വോയേജർ എന്ന ഗ്രഹം ഒന്ന് ബഹിരാകാശ പേടകം ഒരാകാശത്തിലൂടെ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വലിപ്പം തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അത്രയും ഗാംഭീര്യമുള്ള ഭൂമികളെ അള്ളാഹു ആകാശത്തെ ചുരുട്ടിക്കൂട്ടുമെന്നും വലത് കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു വലിയ നാശത്തിന്റെ ദിവസം ഖിയാമത്ത് നാൾ വരാനുണ്ട്. അതിന് ശേഷം വിചാരണ വരാനുണ്ട്. മാലിക് യൗമിദ്ദീൻ ഇന്ന് നമ്മൾ ഓതിയ ഫാത്തിഹയിലുള്ളതാണ് ഇതൊക്കെ. റബ്ബുൽ ആലമീൻ, റഹ്മാനുർ റഹീം, മാലിക് യൗമിദ്ദീൻ. അള്ളാഹുവിൻ്റെ 4 ഗുണവിശേഷണങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ആവർത്തിച്ച് ഫാത്തിഹയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മിനിമം ഇതെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ സകല ഈ ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാരുണ്യവും അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100-1 ബാക്കി 99% കാരുണ്യവും നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി അള്ളാഹു ബാക്കി വെച്ചതാണ്. ആ കാരുണ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ കാരുണ്യം പടച്ചോന്റെ പേരാണ് വദൂദ്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ. അല്ലാച്ചക്ക് ഒരടിമ ഖേദിക്കും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. മരുഭൂമിയിൽ ദീർഘമായ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ്. അപ്പോൾ തൻ്റെ ഒട്ടകത്തൊക്കെ അവിടെ കെട്ടിയിട്ടിട്ട് മൂപ്പര് ഉറങ്ങി എണീറ്റപ്പോൾ ഒട്ടകത്തെ കാണാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അല്ലേ? മരുഭൂമിയിൽ നടുവിൽ വെച്ച് തൻ്റെ യാത്രാവാഹനമായ ഒട്ടകം നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ടെൻഷൻ എത്രയാണ് സഹോദരങ്ങളെ അല്ലേ? വെള്ളം എങ്ങനെയാണ് ആ മരുഭൂമി ചൂടത്ത് നടന്നു പോവുക? വെള്ളമല്ല കുടിക്കാൻ, മരണം ഉറപ്പാണ്. മരുഭൂമിയിൽ കുടുങ്ങിയാൽ മരണം ഉറപ്പാണെന്നാണ്. ജീവികൾ തിന്നാതിരിക്കാൻ പണ്ടത്തെ കാലത്ത് അറബിയാൾ എന്താ ചെയ്തിരുന്നത്? ചെറിയ കുജ്ജുത്തിക്കാണ്ട് അതിലിങ്ങനെ കടന്ന് കിടക്കുക ചെയ്യുക മരിച്ചാൻ വേണ്ടിയിട്ട്. കാരണം എങ്ങനെയാലും രക്ഷപ്പെടൂല. മണ്ണിങ്ങനെ സെറ്റൊക്കെ മണ്ണൊക്കെ ഇട്ട് ഏകദേശം മൂടാനാക്കി വെച്ച് ഇങ്ങനെ കിടക്കുക ചെയ്യുക മരണത്തെ കാത്ത്. കാരണം വേറെ ഒരു രക്ഷയില്ല എന്നാണ്. ആ ഒരു സന്ദർഭത്തിൽ അയാളങ്ങോട്ട് കുറേ നടഞ്ഞ് ഒട്ടകത്തെ തെരഞ്ഞ് നടന്ന് ക്ഷീണിച്ച് വീണ് ഉറങ്ങിപ്പോയി എന്നാണ്. ആ ഉറക്കത്തിൽ നിന്ന് അയാളിങ്ങനെ എണീറ്റപ്പം ആ ഒട്ടകൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പം അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും! പടച്ചോൻ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാണ്, അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതിനേക്കാൾ സന്തോഷമുണ്ട് ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ. അങ്ങനത്തെ ഒരു പടച്ചോനെ നമ്മൾ അറിയണം. നമ്മളെ തൻ്റെ അടിമകളെ സ്നേഹിക്കുന്ന വദൂദായ പടച്ചവൻ, റഹ്മാനായ പടച്ചവൻ, റഹീമായ പടച്ചവൻ, ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കും. സ്വന്തം മാതാവ് ഒരു കുട്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും, അതിനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഒരു റബ്ബ് തൻ്റെ അടിമയെ എന്നാണ്. അപ്പം അത്തരത്തിലുള്ള അത്രയും സ്നേഹമുള്ള ഒരു യജമാനനോട് നമ്മുടെ നിലപാടെന്തായിരിക്കും? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? അതാണ് സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ അറിയും തോറും അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുമെന്നാണ് അല്ലേ? നമ്മൾ ഒരു നന്മ ചെയ്താൽ പടച്ചോൻ ഒരു നന്മക്ക് ഒരു പ്രതിഫലമല്ല. പടച്ചോൻ മിനിമം 10 മിനിമം ഓഫർ 10. പിന്നെ അതന്നെ ഒരു തെറ്റ് ചെയ്ത് പിന്നെ ആ ഓഫർ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ തീരെ കുടുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കുട്ടികളെ ഫീസ് അടക്കാനും അതേപോലെ തന്നെ സാമ്പത്തിക പ്രയാസത്തിൽ ഞെരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരാൾക്ക് സഹായം കൊടുക്കണം അല്ലേ? അയൽവാസി ക്യാൻസറാണ്, ഓപ്പറേഷനാണ്, വലിയൊരു സംഖ്യമാണ്, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി 3 ചെയ്തിന് ബില്ല് 2.5 ലക്ഷം വന്നിക്കണ് അല്ലേ? എന്തു ചെയ്യും? ഒരു ഗതിയില്ലാത്ത ആളാണ്. പക്ഷെ നമ്മൾ തന്നെ കുടുങ്ങിക്കുകയാണെങ്കിലും ആ നേരത്ത് നമ്മൾ കൊടുക്കുന്നൊരു പൈസ ഉണ്ട്, അതിന് വല്ലാത്ത വിലയുണ്ട്. ആ വില പടച്ചോനറിയും. അതാ പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന നന്മക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് മിനിമം 10. അത് ഒരു പക്ഷേ 70 ആകും, 700 ആകും, 70,000 ആകും. ചിലപ്പോൾ കണക്കാക്കാനാവാത്ത തരത്തിൽ അള്ളാഹു പ്രതിഫലം ബിഗൈരി ഹിസാബ് എന്നാണ്, കണക്കില്ലാതെ പടച്ചോൻ ചിലപ്പം കൊടുക്കും. അത് നമ്മളെ നീയത്തിനും നമ്മളെടുക്കുന്ന എഫർട്ടിനും അനുസരിച്ചായിരിക്കും. അതാണ് പടച്ചോൻ്റെ പ്രതിഫലം. ആലോചിച്ച് നോക്കി. നേരെ മറിച്ച് നമ്മളൊരു തിന്മയാണ് ചെയ്തതെങ്കിലോ, ഒരു തിന്മ ചെയ്താൽ അതിനൊരു കുറ്റം രേഖപ്പെടുത്തുള്ളൂ. മാത്രമല്ല അത് അള്ളാഹു മലക്കിനോട് പറയുന്നതാണ്. എന്ത് നോക്കി, എഴുതല്ലോ, എൻ്റെ അടിമ തൗബ ചെയ്യോ, എൻ്റെ അടിമ പശ്ചാത്തപിക്കുമെന്ന് നോക്ക്. തൗബ ചെയ്താൽ ഡിലീറ്റ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ രേഖയിൽ പിന്നെ കാണൂല, അത് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. നാളെ ഏട് കിട്ടുമ്പം നമ്മൾ ചെയ്ത പല തെറ്റുകളും അവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. കാരണം എന്താ? പടച്ചോ മലക്കിനോട് പറയും, എഴുതല്ലേ, തിരക്കൂട്ടല്ലേ, ഓൻ തൗബ ചെയ്യോ എന്ന് നോക്കുന്നതാണ്. അതുകൊണ്ട് അത്രയും കാരുണ്യവാനാണ് പടച്ചോൻ.
അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ പവർ അത് കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ വിനയാന്വിതനാവും. അല്ലേ? നമ്മൾ ഏറ്റവും പവർഫുള്ളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അമേരിക്കക്കാരിലെ അവരുടെ ഭരണം. നോക്കി, ഒരാളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് എന്താ വെച്ചാൽ നല്ലൊരു വീട്, അല്ലേ? ഒരു സൈഡിൽ നല്ല പച്ചപ്പുള്ള, നല്ല അടിയിൽ നദികൾ അരുവികളും ഒഴുകുന്ന പച്ചപ്പുള്ളൊരു വീട്. അത് ഏതൊരു മനുഷ്യൻ്റെയും കൺകുളിർമയാണ്, അല്ലേ? പിന്നെ രണ്ടാമതൊരു ക്രൈസുള്ള സാധനമാണ് ബീച്ച്. ആൾക്കാർ ബീച്ച് റിസോർട്ടിലൊക്കെ പോകണതിനാ അത് പ്രത്യേക ഒരു വൈബാണ് ബീച്ച് റിസോർട്ട് പറഞ്ഞാൽ. ഇത് രണ്ടുള്ള സ്ഥലമാണ് സഹോദരങ്ങളെ ലോസ് ആഞ്ചലസ് എന്നത്. ഒരു മുമ്പിൽ ബീച്ച്, ബാക്കിൽ കാട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ വീട് വെക്കുന്ന സ്ഥലമാണ് ലോസ് ആഞ്ചലസ്. കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. 3, 4, 10 ദിവസം നിന്നാണ് കത്തിന്നാണ്. കോടിക്കണക്കിന് ബില്യൺ ഡോളറുകളുടെ വീടുകൾ കത്തിച്ചാമ്പലായി മാറി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നിസ്സാരമായി കാണരുത്. അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണും തോറും, മനസ്സിലാക്കും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം, കൂടുതൽ മഹത്വവും അള്ളാഹുവിൻ്റെ തിരിച്ചറിയണം എന്നാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ വിനയപ്പെടണം, അല്ലേ? നമ്മളെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ, നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് റബ്ബ്. നമ്മളൊരു വിഷമത്തിൽ, ഒരു പ്രയാസത്തിൽ നമ്മൾ കുടുങ്ങിക്കുമ്പം നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഈ പ്രയാസം എന്നെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് ആര്? എൻ്റെ റബ്ബ്, അല്ലേ? ഇതിൻ്റെ പരിഹാരം ഏറ്റവും കൂടുതൽ നന്നായി അതിൻ്റെ പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ബേജാറാകണ്ട. നമ്മൾ പടച്ചോനോട് ആത്മാർത്ഥമായി നമ്മളെ ഭാരം അല്ലാഹുവിൽ ഇറക്കി വെച്ച് തവക്കുൽ ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ പടച്ചോനൊരു തുറവി അതിന് തരും, ഒരു തുറവി തരും. പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അള്ളാഹുവിനെ നമ്മൾ നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതാണ് അതിൻ്റെ സത്യം. നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ട്, കണക്കാക്കേണ്ട പോലെ നമ്മൾ കണക്കാക്കണില്ല. അതുകൊണ്ട് അറിയണം പടച്ചോനെ. അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള മാർഗം എന്താണ്? അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അള്ളാഹുവിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ടു തന്ന അള്ളാഹുവിൻ്റെ കയറാണ് വിശുദ്ധ ഖുർആൻ. ഹബലുല്ലാഹിൽ മംദൂദ്, ആകാശലോകത്ത് നിന്ന് താഴേക്ക് ഇട്ട് തന്ന അള്ളാഹുവിൻ്റെ കയർ. അതിൻ്റെ ഒരറ്റത്ത് മുറുകെ പിടിച്ചാൽ മറ്റേ അറ്റത്ത് പടച്ചോനാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് ഒരിക്കലും വഴി തെറ്റൂല എന്നാണ്. പക്ഷേ ഒരു കോൺഫിഡൻസ് വേണം, അത് മനസ്സിലാക്കണം, അതറിയണം. അത് പിടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ റബ്ബിനെ പറ്റി അറിയണം എന്നുള്ളതാണ്. അതാണ് 13 വർഷത്തെ മക്കാ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പകർന്നു കൊടുത്ത ആ ധൈര്യം, ആ ദീനതാണ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്, അല്ലേ? അവിടെ നോമ്പുണ്ടായിരുന്നില്ല, അവിടെ നിസ്കാരം ഉണ്ടായിരുന്നില്ല, അവിടെ ഇസ്ലാമിൻ്റെ എന്താണ്ടായിരുന്നു? തൗഹീദ് മാത്രമാണ്. പടച്ചോനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തേക്കാണ്, അല്ലേ? അതുകൊണ്ട് അവർ മാറി. അള്ളാഹുവിനെ പറ്റി അവരറിഞ്ഞപ്പോൾ അവരെ കാഴ്ചപ്പാടുകൾ മാറി. നമുക്കൊരു ഫ്രെയിമുണ്ട് ജീവിതത്തിൽ, ആരൊക്കെയോ പറഞ്ഞു തന്ന ഒരു ഫ്രെയിം, ഏതൊക്കെയോ റീൽസുകളും ഷോർട്സുകളും കണ്ട് ആരൊക്കെയോ നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ പറ്റി ഉണ്ടാക്കിയൊരു കാഴ്ചപ്പാടുണ്ട്. ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഫ്രെയിമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്ന മരണമില്ലാത്ത വിശാലമായ, കണ്ണെത്താ ദൂരത്തുള്ള, മരണമില്ലാത്ത, ഒടുക്കമില്ലാത്ത വലിയൊരു ജീവിതം വരാനുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. അതിനുവേണ്ടി തയ്യാറെടുക്കാനും അതിനുവേണ്ടിയുള്ള പരീക്ഷണം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ ശക്തമായിട്ടും ധൈര്യമായിട്ടും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് സാധിക്കാത്തത് നമ്മൾ ഈ ദീന് കൃത്യമായിട്ട് മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ നമ്മൾ അറിഞ്ഞില്ല എന്നതാണ്, അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നതാണ്. അള്ളാഹുവിനെ ആരാധിക്കേണ്ട പോലെ നമ്മൾ ആരാധിക്കുന്നില്ല. നമ്മുടെ ആരാധനകളൊക്കെ എന്തായി അറിയോ? ചടങ്ങായിട്ട് മാറി, അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ കൂടെ നിസ്കാരപ്പായിൽ കൂത്തം മറിഞ്ഞു കണ്ട് നിസ്കാരം പഠിച്ച ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? എല്ലാവരും ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ കൂടെ നിസ്കാരപ്പായിൽ കൂത്തം മറിഞ്ഞ് നിസ്കാരം പഠിച്ചവരാണ്. എന്നിട്ടോ ആ നിസ്കാരം എപ്പോഴും ഇങ്ങനെ നമ്മൾ ചോറയിച്ചണ മാതിരി, ചായ അടിച്ചണ മാതിരി അങ്ങനെ പോവാണ്. അത് അസ്രായ നിസ്കരിച്ചണം, അല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ അടിച്ചണം, ചായ മക്കാനി പോയി കുറച്ച് ബടായി ഇറങ്ങണം, അപ്പത്തിന് മൈരിബാവും. അതിൻ്റെ അപ്പുറത്തേക്ക് സഹോദരങ്ങളെ, ആരാധനകൾ എന്നത്, ഇബാദത്ത് എന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. ഒരു പ്രയാസം, ഒരു മാനസിക ബുദ്ധിമുട്ട്, അല്ലേ? എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിൻ്റെ അടുത്ത് വന്ന് തിരക്ക് കൂട്ടുന്നതാണ്. ബിലാലെ ബാങ്ക് കൊടുക്കാനായില്ലേ എന്നാണ്. നിസ്കരിച്ചാൻ തിരക്കൂട്ടാണ്. ബാങ്ക് കൊടുക്കാനായില്ലെന്ന് നബി തിരക്കൂട്ടുന്നതാണ്. എന്തിന്? നിസ്കരിച്ചാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെ തോന്നിക്കണം, ഒരു പ്രശ്നം ഉണ്ടായാൽ 2 റക്അത്ത് നിസ്കരിച്ചാന്ന്. ചില ആൾക്കാരൊക്കെ പറയാം, എന്തെങ്കിലും മറന്നാൽ നിസ്കരിച്ചാൽ മതി, ഓർമ്മയിരുന്ന്, അല്ലെ? നമ്മൾ അതിനാ നിസ്കരിച്ചു. എന്തെങ്കിലും മറന്നാൽ ചിലപ്പോൾ ഓർമ്മ വരാൻ വേണ്ടി നിസ്കരിച്ചു. കാരണം ഏത് മറന്ന സാധനവും നിസ്കാരത്തിലെ ഓർമ്മ വരിക. ഒരു പ്രശ്നം ഉണ്ടാവുമ്പം 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ നമസ്കാരത്തെ അങ്ങനെ കാണാത്തത് കൊണ്ടാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമയായിരുന്നു നമസ്കാരം അല്ലേ? മുൻഗാമികൾ നമസ്കാരം എത്രത്തോളം ആസ്വദിച്ചു എന്നത്. അപ്പോൾ നമ്മളെ ഇബാദത്തുകളൊക്കെ സത്യത്തിൽ ആ പടച്ചവനുമായിട്ടുള്ള ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ളതാണ്. ജീവിതത്തിലെ ഓരോ സെക്കൻഡും അങ്ങനെയാണ്, ഓരോ സെക്കൻഡും അങ്ങനെയാണ്. നമ്മളെന്താ പറയുക, നമ്മളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നമ്മളെ ഒരു കാരണം കണ്ടുപിടിക്കാനാണ് നോക്കുക അല്ലേ? ചില ആൾക്കാർ പറയും, ആ ഓളെ കെട്ടിക്കൊണ്ടെന്ന് തുടങ്ങിയതാണ് എൻ്റെ ഇടങ്ങേറ്, അന്ന് തുടങ്ങിയതാണ്, എല്ലാം ഓളെ കെട്ടിക്കൊണ്ടതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാരണം അല്ലേ, അന്ന് ആ കച്ചവടത്തിൽ നഷ്ടം വന്നു, അത് അന്ന് ആ സംഭവത്തിന് ശേഷമാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും കുറ്റം ഓരോന്നിൻ്റെ മേലെ നമ്മൾ കെട്ടിവെക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈമാൻ കാര്യം പടച്ചോൻ പഠിപ്പിച്ചത് എന്തിനാണ്? ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഈമാൻ കാര്യമാണ്, വിശ്വാസകാര്യാണത്. അതില്ലാത്തോ വിശ്വാസിയല്ല. ഒരു ഖൈറ് വന്നാലും ഒരു ഷർറ് വന്നാലും അത് അള്ളാഹു കണക്കാക്കിയതാണ്. അത് നമ്മൾ ഓളെ കെട്ടിക്കൊണ്ടുവന്നതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അന്ന് ആ വീട് വെച്ചത് കൊണ്ടോ? ചില ആൾക്കാർ അങ്ങനെ വലിയ വീടൊക്കെ വെക്കും, എന്നിട്ട് എന്താ അറിയോ, എന്നിട്ട് പിന്നെ ആ വീട് മാറ്റി, അല്ലെങ്കിൽ ആ വീട് വെച്ചത് മുതൽ പിന്നെ പ്രശ്നമാണ്. എന്താ സഹോദരങ്ങളെ, വീട് വെച്ചത് മുതലല്ല പ്രശ്നം ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. നമ്മളെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം. അപ്പോൾ അത് ഈമാൻ കാര്യമാണ്, വിശ്വാസത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ നോക്കി, വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ലവ് എന്ന് ചേർത്തുകൊണ്ട് പറയരുത് എന്നാണ്. ഇത് അങ്ങനെയാണെങ്കിൽ അന്നാണ് പോയിട്ടില്ലെങ്കിൽ അല്ലേ, വണ്ടി ആക്സിഡൻ്റ് ആയി, അപ്പോൾ പറയാണ്, ആ പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ലേന്നു, പോണ്ടില്ലേന്നു. അങ്ങനല്ല, നിങ്ങൾ പോവും ചെയ്യും, അത് ഉണ്ടാവും ചെയ്യും, പടച്ചോൻ കണക്കാക്കിയതാണ്. അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട, ഖദ്ദറല്ലാ, അത് അള്ളാഹ് കണക്കാക്കിയത് അതേപോലെ സംഭവിച്ചു എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അനുഗ്രഹങ്ങൾ ചേർത്ത് പറയാന്നുള്ളത് അല്ലേ. അള്ളാഹ് നമുക്ക് 3 കാലമുള്ളത്. ഒന്ന് ഭൂതകാലം, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എപ്പോഴും ആളുകൾക്ക് സങ്കടം ദുഃഖം ഉണ്ടാവും അല്ലേ. അന്ന് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അതിനെപ്പറ്റി സങ്കടപ്പെടണ്ട, അത് പടച്ചോൻ കണക്കാക്കി, അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത് പടച്ചോൻ കണക്കാക്കിയതാണ്. നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയണം. ചില ആൾക്കാരെ വർത്താനം കേട്ടാൽ തോന്നും, ഓൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. ഞാൻ ഗൾഫിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്. എത്രയോ ആൾക്കാർ ചോര നീരാക്കിയിട്ട് ഓൽക്കൊന്നും ഉണ്ടായിട്ടില്ല. എത്രയോ ആൾക്കാർ നമ്മളെക്കാൾ ചോര നീരാക്കിയാണ്, ഓലക്കൊന്നുമില്ലാതെ കിടിഞ്ഞൊക്കെ പോയി നാട്ടിൽ വന്ന് കുത്തിരക്കുണ്ട്, ഇപ്പോൾ ഡയാലിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓൻ്റെ വർത്താനം ഓൻ ചോര നീരാക്കിയതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഒരിക്കലും പറയരുത്. ഏതൊരനുഗ്രഹം നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ അത് പടച്ചോനിലേക്ക് ചേർത്ത് പറഞ്ഞ് ശീലിക്കണം. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം അല്ലേ. ഒരു നല്ല കാര്യം മക്കളെ കാണുമ്പോൾ, വണ്ടി കാണുമ്പോൾ, ജീവിതത്തിൽ ഖൈറായ എന്ത് കാണുമ്പോഴും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും പടച്ചോൻ നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം. എന്തിനാണ് സഹോദരങ്ങളെ? ആ നിലപാട് നമ്മുടെ നാവിൽ വരണം, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് ശീലിക്കന്നെ വേണം. ഏതൊരു അനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് പടച്ചോൻ നാവ് തന്നത് അല്ലേ. നല്ല കാര്യങ്ങളും പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം സഹോദരങ്ങളെ, മടി കാണിക്കരുത്. വല്ലാത്തൊരു വർത്താനാണ്. മതത്തെ കളവാക്കിയവനെ നീ കണ്ടോന്നാണ്. മതത്തെ കളവാക്കിയവൻ പടച്ചോൻ പറഞ്ഞ ഓരോ വാക്കു നോക്കി നിങ്ങൾ. എന്താണ്? അനാഥയെ സംരക്ഷിച്ചില്ല എന്നാണ്. ഒരു യതീമുണ്ടായിട്ട് ഓന് സംരക്ഷണം നൽകാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. അപ്പുറത്ത് ഒരാൾ മരിച്ചുപോയി, കുട്ടിയാൾ യതീമാണ്, നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല. അവൻ മതത്തെ നിഷേധിച്ചവനാണെന്നാണ്, മതത്തെ വ്യാജമാക്കിയവനാണ്, കളവാക്കിയവനാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ആ വാക്കൊക്കെ നോക്കി നിങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പറഞ്ഞത്, മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവനെ അല്ല മതത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞത്. അതിന് പ്രേരണ നൽകിയില്ല എന്നാണ്. കൊടുക്കണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേണം, പക്ഷെ പ്രേരണ നൽകണമെങ്കിൽ നമുക്കൊന്നും വേണ്ട. നമ്മുടെ അടുത്ത് ഒന്നുമില്ലെങ്കിലും നമുക്ക് പറയാം, നോക്കി അവിടെ എൻ്റെ അലോകത്തൊരു കുടുംബം ഉണ്ട് കേട്ടോ, വളരെ കഷ്ടപ്പാടാണ് എന്ന് കായുള്ളൊരുത്തനോട് പോയി പറയാം. ഓനൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വിടാ, ഒരു വോയിസ് വിടാ, ആരോടെങ്കിലും ഒരു ശുപാർശ ചെയ്യാം. ആ കുടുംബം കുറച്ച് പ്രയാസത്തിലാണ്, എന്നെ കൊണ്ട് എന്തായാലും കഴിയില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലൊരു കാര്യക്കാരം എന്ന് വെറും നാവ് തന്നിട്ടില്ലേ, അതുകൊണ്ടൊന്ന് പറയാം. അതൊരു പ്രേരണയാണ്. അതുപോലും ചെയ്യാത്തവൻ അവൻ മതത്തെ കളവാക്കിയവനാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ, കാശ് വേണമെന്നില്ല. നിങ്ങൾ നോക്കി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, നബി ഒരിക്കൽ എന്ത് ചെയ്തു, പ്രസംഗിക്കുകയാണ്. നബി പറയാണ്, എന്ത്, നാളെ പരലോകത്ത് എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. നിങ്ങളിൽ എല്ലാവരും ഓരോരുത്തരുന്നാണ്, ഒരാളും തന്നെ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടാതിരിക്കൂല എന്നാണ്. വിത്തൗട്ട് എ ട്രാൻസ്ലേറ്റർ, ഒരു തർജ്ജമ നടത്താൻ ആരും ഉണ്ടാവില്ല. എന്നിട്ടോ അള്ളാഹുവിനോട് പറയും, അള്ളാഹു സംസാരിക്കും. ആ ബേജാറായിട്ട് ആൾക്കാർ വലതുഭാഗത്തേക്ക് നോക്കുന്നതാണ്, തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. അപ്പോൾ അവൻ അവിടെ കാണുന്നത് എന്തായിരിക്കും? അവൻ ചെയ്തു കൂട്ടി വെച്ച കർമ്മങ്ങളായിരിക്കും.
ഒരു പ്രതീക്ഷയില്ല. കാരണം നമ്മൾ ചെയ്ത എന്താ നമുക്കറിയാം. അപ്പോൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമെന്നാണ്. അവിടെയും അവൻ കാണും അവൻ ചെയ്തു വെച്ച് കൂട്ടിയ കാര്യങ്ങൾ. അപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കുമെന്നാണ്. അപ്പോൾ അവിടെ നരകത്തെ അവൻ കാണുമെന്നാണ്. നരകത്തെ കാണും. അത്രയും പ്രതീക്ഷയില്ലാത്തൊരു സന്ദർഭം. രണ്ട് ഭാഗത്തേക്ക് നോക്കിയാലും താൻ ചെയ്തു കൂട്ടി വെച്ച കാര്യങ്ങൾ, മുന്നിലേക്ക് നോക്കുമ്പോൾ നരകം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിർത്തിയിട്ട് പറയാണ്, അതുകൊണ്ട് വത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ. വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്ന്. സഹോദരങ്ങളെ, അത്രയും പട്ടിണി പാവങ്ങളായ സഹാബിമാരോടാണ് അള്ളാഹുവിന്റെ റസൂൽ പറയണത്, നിങ്ങൾ നരകത്തെ കാക്കണം. ഒരിടത്ത് കൊടുക്കാൻ കുറേ ഇല്ല, ആകെ ഉള്ളത് കുറച്ച് ഈത്തപ്പഴാണ്, കാരക്കയാണ്, അതിൻ്റെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണമെന്നാണ്. അഹ്ലു സുഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഗതിയില്ലാത്ത കുറേ സഹാബിമാർ മദീന പള്ളിയിൽ താമസിക്കുന്നുണ്ട്. ഒരു ഗതിയില്ല, ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത സഹാബിമാർ അല്ലേ. അവർക്ക് തിന്നാൻ വേണ്ടി ചില ആ സഹാബിമാർ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് വരുമ്പോൾ എന്ത് ചെയ്യുക, ചില ഈത്തപ്പഴത്തിൻ്റെ കൊലയും കൊണ്ട് വരുന്നതാണ്. എന്നിട്ട് അവിടെ അങ്ങനെ തൂക്കിയിടുമല്ലോ. നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ മൈസൂർ കൊലങ്ങനെ തൂക്കിയിട്ടേക്കണേ. അതേമാതിരി ഈത്തപ്പന മദീന പള്ളിയിൽ പഴത്തിൻ്റെ കൊല ആളുകൾ സഹാബിമാർ വന്നിട്ട് തൂക്കിയിടും. എന്തിന്? ഈ അഹ്ലു സുഫക്കാർക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അവരോടാണ് അള്ളാഹുവിന്റെ റസൂൽ, അത്രയും പട്ടിണി പാവങ്ങളായ അവരോട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ നരകത്തെ കാത്തോളിട്ടോ, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ജീവിതം അതിനുള്ളതാണ്. നരകത്തിൽ ചെന്ന് ചാടരുത്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് നരകത്തെ കാക്കാൻ നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാണ്, സ്വന്തം മകള് കരളിന്റെ കഷ്ണമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോൾ കാണുമ്പോഴും തൻ്റെ മകളെ നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. അത്രയും സ്നേഹമുണ്ടായിരുന്നു നബിക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മരിക്കാൻ വേണ്ടി കിടക്കാണ് അല്ലേ, പനിച്ച് തല പോലും പൊക്കാൻ പറ്റാതെ നബി ഇങ്ങനെ കിടക്കാണ്. ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നബി ഫാത്തിമ ബീവിയെ ചുംബിക്കാതിരുന്നത്, കാരണം തല പൊക്കാൻ പറ്റണില്ല. അപ്പോൾ ഫാത്തിമാൻ്റെ മുഖം കെട്ട് ചെവിയും കെട്ട് ആ തലം കെട്ട് അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് നബി അന്ന് സംസാരിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയാണ്, മോളെ ഫാത്തിമ, നീ നരകത്തിൽ നിന്ന് കാത്തട്ടോ. വാപ്പാക്ക് നിന്നെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന്. വാപ്പാക്ക്, സ്വന്തം പിതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തൻ്റെ മകളായ ഫാത്തിമയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നീ തന്നെ മോളെ കാത്തോട്ടോന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത മനുഷ്യനാണ് പിതൃവ്യനായ അബൂ ത്വാലിബ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 42 കൊല്ലാണ് അബൂ ത്വാലിബിന്റെ തണലിൽ നബി ജീവിച്ചത് അല്ലേ. ഇന്ന് ജനിക്കണീൻ്റെ മുമ്പ് തന്നെ വാപ്പ മരിച്ചു അല്ലേ. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചു. അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ വസിയത്താണ്. എന്താണ്? അബൂ ത്വാലിബിനെ വിളിച്ച് പറയാണ്, അബ്ദുള്ള ഉണ്ടല്ലോ, അബ്ദുള്ളന്റെ മകൻ മുഹമ്മദിനെ നീ നോക്കണമെന്ന് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിന് വസിയത്ത് കൊടുക്കണ്. എന്താ കാരണം? വേറെ എത്ര മക്കളുണ്ട്? അബ്ബാസ് ഉണ്ട്, വേറെ കുറെ ആൾക്കാരുണ്ട് അവിടെ. അബൂ ലഹബ് ഉണ്ട്, അബ്ബാസ് ഉണ്ട്. ഇവരൊന്നും വിളിക്കാതെ എന്തേ അബൂ ത്വാലിബിനെ വിളിച്ചു കണ്ട് നബിനെ ഏൽപ്പിച്ചു കൊടുത്തത്? അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളന്റെയും ഉമ്മ ഒന്നേന്നു. അബൂ ത്വാലിബിന്റെയും അബ്ദുള്ളന്റെയും ഉമ്മ ഒന്നേന്നു. അതുകൊണ്ട് ഉമ്മത്തെ അബ്ദുള്ള മരിച്ചിക്കണ്. അപ്പോൾ ഓൻ്റെ അഞ്ചനാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനോട് പറഞ്ഞു, അബ്ദുള്ളന്റെ മകനെ ജി നോക്കണം കേട്ടോ, മുഹമ്മദിനെ ജി നോക്കണം. 8-ാമത്തെ വയസ്സിൽ നബിനെ അബൂ ത്വാലിബിനെ അബ്ദുൽ മുത്തലിബ് മരിച്ചാൽ കിടക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് 42 കൊല്ലാണ് അബൂ ത്വാലിബ് നബിനെ നോക്കിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 42 കൊല്ലം. 50-ാമത്തെ വയസ്സിൽ ആ ഉപരോധത്തിൽ അബൂ ത്വാലിബ് മലഞ്ചെരിവിൽ അബൂ ത്വാലിബ് മരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ സങ്കടമുണ്ട്. 42 കൊല്ലം താങ്ങായി നിന്ന, തണലായി നിന്ന അബൂ ത്വാലിബ് കാഫിറായി മരിക്കുന്നതിൽ സങ്കടമുണ്ട്. വന്ന് പറയാണ്, അല്ലയോ പിതൃവ്യ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, നാളെ പടച്ചോനോട് ഞാനൊന്ന് വാദിച്ചു നോക്കാം. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതാണ്. പക്ഷെ പറഞ്ഞില്ല അബൂ ത്വാലിബ്. നബിക്ക് അത്രയും സങ്കടം ഉണ്ടായി. നബി വിതുമ്പി എന്നാണ്, നബി സങ്കടപ്പെട്ടു എന്നാണ്. അല്ലാഹു ആയത്തിറങ്ങി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത. പ്രവാചകരെ, താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്ത് നൽകാൻ താങ്കൾക്ക് കഴിയില്ല പ്രവാചകരെ. അതുകൊണ്ട് നബിക്ക് പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല സഹോദരങ്ങളെ. അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിൽ അബൂ ത്വാലിബിനെ നബി രക്ഷപ്പെടുത്തുമായിരുന്നു. സ്വന്തം മകളായ ഫാത്തിമയോട് പറയാണ്, നീ നരകത്തെ നീ കാക്കണട്ടോ, വാപ്പാക്ക് കഴിയൂലട്ടോ എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചോ, ഏതെങ്കിലും സയ്യിദ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, ഏതെങ്കിലും ത്വരീഖത്തിന്റെ ആളായത് കൊണ്ടോ, ഏതെങ്കിലും ആളുടെ മുരീദായത് കൊണ്ടോ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആരും വിചാരിക്കണ്ട. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കണം. നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയ്യത്താണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോളി. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് അമൽ ചെയ്യാനല്ല ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നിട്ടുള്ളത്, പിന്നെ എന്തിനറിയോ,
ചെയ്യുന്ന അമലിൻ്റെ നീയത്ത് നന്നാക്കാനാണ്. ഞാൻ ആലോചിച്ചു എന്താ ഇത്ര അധികം പറയാനുള്ളത് അല്ലേ? എന്താ പറഞ്ഞത്? അമൽ ചെയ്യുന്നേക്കാൾ സമയം എടുത്തെന്തിനാണ്? ചെയ്യണ അമലിൻ്റെ നീയത്ത് നന്നാക്കാനാണെന്ന്. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ ഈ പരിപാടി ഇന്ന് നേരം വെളുത്തിട്ട് ഇവിടെ നിൽക്കണം ഞാനും നിങ്ങളടക്കം, ഈ പരിപാടിക്ക് വന്ന ഞാനും നിങ്ങളടക്കം, നിങ്ങൾ എന്തിനു വന്നതാ? നിങ്ങൾ എന്തിനു വന്നതാ? നിങ്ങൾ ആര് വിളിച്ചിട്ട് വന്നതാ അല്ലേ? ഇപ്പൊ ഞാൻ ഇതിന്ന് ഇന്നെ വിളിച്ചപ്പോൾ ഞാൻ കുറേ ഒയ്യാൻ നോക്കിയിരുന്നു. കാരണം എനിക്ക് ആൾറെഡി ഇന്ന് രണ്ട് പരിപാടി വേറെയും കുറേ ഏർപ്പാടുണ്ട്. ഒരിക്കലും ഇത് എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. അപ്പം എന്നെ ലോക്കാക്കി, 2-3 വേറെ ആൾക്കാരെ വിട്ട് എന്നെ ലോക്കാക്കി. അങ്ങനെ നമുക്ക് നോ പറയാൻ പറ്റാത്ത ചില ആൾക്കാർ ഉണ്ടാവുമല്ലോ, ഒരു വന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ലോക്കാക്കിയിട്ട് വന്നതാണ് ഞാൻ ഇവിടെ. നിങ്ങളിവിടെ അനീഫാക്ക് വിളിച്ചിട്ട് വന്നാ? അനീഫ പറയുമ്പോ എങ്ങനെ വരാതെക്കും എന്ന് വിചാരിച്ച് വന്നവരുണ്ടോ? നിയത്ത് മാറിപ്പോയി സഹോദരങ്ങളെ. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്റ. സൂറത്തുൽ ഇൻസാനിലെ ആയത്താണ്. വെള്ളിയാഴ്ച സുബഹിക്ക് 2-ാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. സ്ഥിരമായി വെള്ളിയാഴ്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്താണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്റ. നിശ്ചയമായും ഞങ്ങൾ അല്ലാഹുവേ, ഞങ്ങൾ ഇവർക്ക് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ വജ്ഹ് ഓർത്തുകൊണ്ട് മാത്രമാണെന്നാണ്. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്റ. ഞങ്ങൾ ഒരു പ്രതിഫലവും ഒരു നന്ദി വാക്കും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് വിശ്വാസികൾ പറയാനാണ്. അതിൻ്റെ തഫ്സീർ ഇങ്ങനെ വായിച്ചു നോക്കണം നിങ്ങൾ. ആ ആയത്തിന് കൊടുത്ത് പണ്ഡിതന്മാർ കൊടുത്ത തഫ്സീറുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ സ്ഥിരമായി സഹായം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാവപ്പെട്ടവർക്ക് വീടും ആടും കോയും പൈസയും കിറ്റൊക്കെ കൊടുക്കണവരുണ്ട്. അത് കൊടുക്കുമ്പോൾ ചിലന്മാരൊക്കെ പറയും, എന്ത് പറയും? എന്താണ്, പടച്ചോൻ കാക്കട്ടെ കുട്ടിയെ, പടച്ചോൻ എന്നെ കാക്കട്ടോ, അത്ര ഇടങ്ങേറിലാണ്, ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, ഞങ്ങൾക്കൊന്നും വേണ്ടമ്മ, നിങ്ങളെ പ്രാർത്ഥന ഉണ്ടായാൽ മതി, ഞങ്ങളൊന്നും പ്രതീക്ഷിക്കണില്ല എന്ന് പോലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുപോലും ആ നീയത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഓൻ്റെ പ്രാർത്ഥന കിട്ടാനല്ല നമ്മൾ കൊടുക്കണത് അല്ലേ? ചില ആൾക്കാർ എന്തെങ്കിലും കൊടുക്കും പറയും, ഒന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. അതുപോലും പറയരുത് എന്നാണ്. കാരണം ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ആലോചിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത്രയും പ്യുവറാണ് നീയത്ത് എന്ന് പറഞ്ഞ സാധനം. ഇന്നിവിടെ നിങ്ങൾ ഹനീഫാക്കാൻ്റെ മുമ്പിൽ നാളെ എങ്ങനെ ഹനീഫാൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വന്നുകണോ? കൂലി പോയി സഹോദരങ്ങളെ അല്ലേ? പെങ്ങളെ കുടിയിരിക്കലുണ്ട്, നാളെ പെരക്ക് അങ്ങനെ ഉണ്ടാക്കി, നാളെ കുടിയിരിക്കലാണ്. അപ്പോൾ ഉമ്മ വിളിച്ചാണ്ട് പറയാണ്, അത് കുറേ കഷ്ടപ്പെട്ട് പെരണ്ടാക്കി അല്ലേ, ജി തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഈ നാളെ കുടിയിരിക്കലാണ്, ജയ് അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു ഫ്രിഡ്ജും ടിവിയും 2-3 സാധനങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി. നിങ്ങൾ വിചാരിച്ചു നാളെ പടച്ചോനേക്ക് കൂലിയിട്ടൊന്ന്. അത് ഉമ്മ പറഞ്ഞിട്ട് കൊടുത്ത് ആ കൂലി ആർക്കാ ഉണ്ടാക്കാറിയോ? ഉമ്മാക്ക്. അത് ചെയ്യാൻ പ്രേരിപ്പിച്ചീന്. അത് കൊടുത്ത് ഉമ്മ പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്ത്, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തല്ല. അതിപ്പോൾ ഉമ്മ പറയുമ്പോൾ ഇപ്പം എങ്ങനെ കൊടുക്കാതൊക്കെ വിചാരിച്ച് ആരെങ്കിലും പങ്ങൾക്ക് കുടിയിരിക്കലിന് കൊടുത്തണമെങ്കിൽ അതിന് കൂലി ഉണ്ടാവില്ല. പ്രേരിപ്പിച്ച അമ്മാക്കേ കൂലി ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്ത് വെച്ച് കർമ്മരേഖ തരുമ്പോഴേ നമ്മൾ അന്തം വിടുന്നതാണ്. നമ്മൾ ചെയ്ത കുറേ എണ്ണയിൽ കാണാണ്ടാവില്ല. എന്തേ? നീയത്ത് ശരിയില്ലാത്തോണ്ട്. അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുത്ത ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ഇബാദത്തുകളും മാത്രമേ പടച്ചോൻ സ്വീകരിക്കുള്ളൂ. ഓൻ്റെ മുഖത്ത് നോക്കേണ്ടി വരില്ലേ? ഇവലൊക്കെ എങ്ങനെ കാണുക? ഓനോട് എന്താ പറയാ? ഇമ്മ പറഞ്ഞോണ്ട് അമ്മ പറഞ്ഞോണ്ട് അമ്മോൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുക അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കുക? നമുക്ക് വേറെയും കുറെ കാര്യം നേടാണ്ട്. അങ്ങനെയൊക്കെ നീക്കുപോക്കുകൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാന്റെ കോടതിയിൽ നിന്ന് എന്തെങ്കിലും കൂലി കിട്ടുന്നു നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയാണ്, വെറുതല്ല അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതെന്ത്, കർമ്മങ്ങൾ ചെയ്യാനല്ല കൂടുതൽ സമയം വേണ്ടി വരിക, നീയത്ത് നന്നാക്കാനാണ്. ചെയ്യണ കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ നീയത്ത് പടച്ചോൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാലേ നാളെ പടച്ചോൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് സീരിയസ് ആണ്. കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നീയത്ത് നന്നാകണം. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ ഉണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യല്ലാത്ത ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടില്ല. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ച നോമ്പാണോ, നിസ്കാരാണോ, ദിക്റാണോ, തസ്ബീഹാണോ, എന്തും സഹോദരങ്ങളെ, എന്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യം നബി പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് നബി പറയാത്തൊരു നിസ്കാരം, നബി പറയാത്തൊരു നോമ്പ്, നബി പറയാത്തൊരു ദിക്ർ, അങ്ങനെ ഒരു ദിക്ർ ഇല്ല സഹോദരങ്ങളെ. കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നതും അള്ളാഹുവിൽ നിന്ന് വഹയി കിട്ടിയവരുമാണ് പ്രവാചകൻ. ആ പ്രവാചകൻ തൻ്റെ ഉമ്മത്തിന് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്നും വിട്ടിട്ടില്ല. അതുകൊണ്ട് നബി വിട്ടൊരു സാധനം പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ പറയണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ എന്താണ് നാരിയ സ്വലാത്താണ് ചെല്ലണ്. അള്ളാന്റെ റസൂൽ പറയും, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ
അല്ലേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹു മലക്കുകളും നബിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന ആയത്തിറങ്ങി. അതുകൊണ്ട് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നബിക്ക് സലാം ചെല്ലാനും സലാത്ത് ചെല്ലാനും വേണ്ടി കൽപ്പന ഉണ്ടായി. സഹാബത്ത് വന്ന് നബിനോട് ചോദിക്കാണ്, നബിയെ താങ്കൾക്ക് സലാം ചെല്ലാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ താങ്കളെ കാണുമ്പോൾ സലാം ചെല്ലലുണ്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇപ്പോഴും നമ്മൾ ചെല്ലുന്നു അല്ലേ? മദീന മുനവ്വറ സന്ദർശിക്കുമ്പം ഇപ്പോഴും ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പം നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന് സലാം പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന സലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹിം. നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന അത്തയ്യാത്തിൽ ഓതുന്ന സലാത്ത്, മയ്യത്ത് നമസ്കാരത്തിൽ ഓതുന്ന സലാത്ത്, ഈ സലാത്തിനാണ് ഇബ്രാഹിമി സ്വലാത്ത് എന്ന് പറയാം. ഈ ആയത്തിറങ്ങിയപ്പം സഹാബത്ത് വന്ന് നബിനോട് ചോദിക്കാണ്, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പം അള്ളാന്റെ റസൂല് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുത്ത സലാത്താണ് ഇബ്രാഹിമി സലാത്ത്. ഇവിടെ ആൾക്കാരെന്താ ചെല്ലുന്നത് അറിയുന്നത്? നാരിയ സലാത്ത്, നാരിയ സലാത്ത്. ഒരുമ്മ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മാനങ്ങനെ ടേബിൾമ കടത്തി ഇങ്ങനെ ബറക്കുക. ഉമ്മ ഞാൻ ആദ്യമായിട്ടാ മാനെ ഓപ്പറേഷന് വരുന്നത്, എൻ്റെ ജീവിതത്തിൽ 10 എണ്ണം ഞാൻ പെരീന്ന് വെച്ചിക്കണ്, ഇതേവരെ ഞാൻ ആസ്പത്രിക്ക് പോയിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ആസ്പത്രി, അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് ബറക്കണം. അപ്പം ഞങ്ങൾ യാസീൻ തരാറുണ്ട്. ഈ പഴയ താത്താർക്കുമാർക്കൊക്കെ യാസീൻ ഇട്ട് കൊടുത്താൽ മതി, ഒരു സമാധാനം കിട്ടും. അപ്പം എൻ്റെ മൊബൈലിൽ ഞാൻ യാസീൻ ഇട്ട് കൊടുത്തു. അപ്പോൾ യാസീൻ ഇങ്ങനെ 25 മിനിറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഓപ്പറേഷൻ 25 മിനിറ്റ് തീർന്നില്ല. അപ്പോൾ മലക്കൂത്ത് കുല്ലി ചെയ്യും വൈലേഹി തുർജഊന്ന് പറഞ്ഞോട് കൂടി മുഴുവനാക്കാൻ കൂടി നിന്നിട്ടില്ല. എൻ്റെ അടുത്ത് നാരിയ സലാത്തുണ്ടോ ചോദിച്ചു. മനെ എൻ്റെ അടുത്ത് നാരിയ സലാത്തുണ്ടോന്ന്. അപ്പം അമ്മ ഇത് ഖുർആനല്ലേ, നാരിയ സലാത്തിനേക്കാൾ നല്ലതല്ലേ ഖുർആൻ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്താ പറഞ്ഞറിയോ? ഒക്കെ ഒന്നാണ്, ഒക്കെ ഒന്നാ മനെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അമ്മമാര് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഖുർആനും നാരിയ സലാത്തൊക്കെ ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാരിയ സലാത്ത് എന്നുണ്ടായതാണ്, എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പം വഹി ഇറങ്ങി പഠിപ്പിച്ചു കൊടുത്താണ് ഇബ്രാഹിമി സ്വലാത്ത്. എന്നിട്ട് ആ സലാത്ത് ചെല്ലാത്ത നാരിയ സലാത്തോ എന്തോ നാരിയ സലാത്തോ എന്തോ സലാത്താ ചെല്ലണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, എവിടെയാണ് ദീന്? എവിടെയാണ് ദീന്? അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യവും ഇബാദത്തല്ല എന്നാണ്. ഇബാദത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് തോന്നിയമാരി സുബൈന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചാൻ പറ്റൂല. കാരണം അള്ളാന്റെ റസൂല് 2 നിസ്കരിച്ചിട്ടുള്ളൂ, അങ്ങനെ നീട്ടി നിസ്കരിച്ചാൻ പറ്റൂല. ആയിഷ റളിയല്ലാഹു പറഞ്ഞതറിയോ? അള്ളാന്റെ റസൂല് സുബൈന്റെ മുമ്പ് 2 റക്അത്ത് ഭയങ്കര സ്പീഡിലാണ് നിസ്കരിച്ചിരുന്ന. ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു നബി ഫാത്തിഹ തന്നെ ഓതിയിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ അതിൽ അൽബക്കർ ഓതികാണ്ട് സുബൈന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിച്ചാൻ പറ്റൂല. എല്ലാത്തിനും പ്രവാചകന്റെ മാതൃകയുണ്ട്, കുറച്ച് സ്പീഡിൽ തന്നെ നിസ്കരിക്കണം സുബൈന്റെ മുമ്പുള്ള സുന്നത്ത്. അപ്പൊ അതുകൊണ്ട് ഇതിനൊക്കെ മാതൃക ഉണ്ട്. തോന്നിയമാര് ഇബാദത്തിന്റെ വിഷയത്തിൽ മാതൃക ഉള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ, മാതൃക അല്ലാത്തത് ചെയ്യാൻ പറ്റൂല. അപ്പോഴേ ദീനാവുള്ളൂ. നാളെ ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് ഹൗദുൽ കൗസർ ഈ ഉമ്മത്ത് വെള്ളം കുടിക്കാൻ വേണ്ടി ചെല്ലും. നബിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസറിൽ വെള്ളം കിട്ടും. അപ്പോൾ ചില ആളുകളെ നിങ്ങൾ മാറിപ്പോയി ദൂരെ നിൽക്കൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂല് കുറച്ച് ആളുകളെ ആട്ടുന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നാളെ നബിനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ നബിന്റെ ഒരു ചിത്രമില്ലാതെ, നബിന്റെ ഒരു രൂപമില്ലാതെ, നബിന്റെ ഒരു വോയിസ് പോലും കേൾക്കാതെ നബിനെ നമ്മൾ സ്നേഹിക്കണ്ടില്ലേ? നബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ ബാപ്പാനേക്കാൾ, നമ്മളെ ഉമ്മാനേക്കാൾ, നമ്മളെ മക്കളെക്കാൾ, ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും ഒരു വിശ്വാസി അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ട്. നബിനെ കുറ്റം പറയുമ്പം നമ്മളെ മനസ്സ് വിഷമിക്കും, അത് ഈമാനാണ്. നബിനെ ആരെങ്കിലും ചീത്ത പറഞ്ഞാലേ നമ്മളെ മനസ്സടങ്ങാറാവും. എന്താണ്? അത് വിശ്വാസമാണ്, ഈമാനാണ്. ആ നബിനെ നാളെ മഹ്ശറിന്ന് കാണും, ഹൗദുൽ കൗസറിന് വെള്ളം കിട്ടും നബിന്റെ അടുത്തുനിന്ന്. ആ നേരത്ത് നബി ആട്ടുക, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആരെയാണ് ആട്ടുന്നത്? നിങ്ങള് എനിക്ക് ശേഷം, ഞാൻ വഫാത്തായി പോയതിന് ശേഷം എൻ്റെ മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്തിന്റെ ആളുകളെ നബി ആട്ടുമെന്നാണ്. വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി നബി ചെയ്ത തന്നെ എത്ര ഉണ്ട് സഹോദരങ്ങളെ? ഒരാൾക്ക് ഒരായുസിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്താണ് അതൊക്കെ. എന്നിട്ട് എന്തിനാണ് ഇല്ലാത്തത് ചെയ്യണത്? ഇല്ലാത്ത സലാത്ത് എന്തിനാണ് ഓതുന്നത്? നല്ല 1-ാം തരം ഇബ്രാഹിമി സലാത്ത്, 22 കാരറ്റ് ഇബ്രാഹിമി സലാത്ത് പഠിപ്പിച്ച സലാത്ത് ചൊല്ലിക്കൂടെ? ആരോ ഏതോ ചെങ്ങായി ഏതോ കാലത്ത് ചെല്ലിയ സലാത്താണ് നാരിയ സലാത്ത്. എന്നിട്ട് അത് ഇത്ര എണ്ണം 4444 അങ്ങനെ കണക്കൊക്കെ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറും. എന്ത് പ്രശ്നം മാറുന്നു? എവിടെ സലാത്ത് ചൊല്ലിയിട്ട് എന്ത് പ്രശ്നം മാറുന്നത്? നബി സല്ലല്ലാഹു 4444 വട്ടം സലാത്ത് ചൊല്ലിയാൽ അങ്ങനെ മാറുമെന്ന് നബി എവിടെ പഠിപ്പിച്ചത്? സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു ഇബാദത്ത് അള്ളാന്റെ റസൂല് പഠിപ്പിക്കാത്തത് ചെയ്യാൻ പാടില്ല. അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ പോയി നോക്കി, മദീന അങ്ങനെയൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ടായാലും അവിടെ ആ നബിന്റെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് അപ്പുറം നിന്ന് നബിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ നബിയേ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു വിശ്വാസിക്ക് പാടില്ല.
അബൂ ത്വാലിബിനെ പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നബിക്ക് സാധിച്ചിട്ടില്ല. സ്വന്തം മകളോട് പോലും പറഞ്ഞെന്താണ്, നിന്നെ പോലും മകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വാപ്പാക്ക് കഴിയില്ല എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ നബിനോട് പ്രാർത്ഥിക്കുക? നബിനോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്, പച്ച ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. പാടില്ല, പ്രാർത്ഥിക്കരുത്. പ്രവാചകന്മാർ, മറ്റു മതസ്ഥർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി അല്ലേ? അതുകൊണ്ട് എൻ്റെ ഖബറുകളെ, എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ബിംബമാക്കി മാറ്റരുത് എന്ന് പ്രാർത്ഥിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷത്തിൽ വരെ നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്ത്? എൻ്റെ ഖബറിനെ മറ്റു മതസ്ഥരുടെ ആളുകൾ അവരുടെ പ്രവാചകന്മാരെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയതുപോലെ എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ബിംബമാക്കരുത് എന്ന് നബി പ്രാർത്ഥിച്ചതാണ്. എന്നിട്ട് ആ ഖബറിൻ്റെ അടുത്ത് പോയിട്ടാണ്, നബിയെ ഹിദായത്ത് തരണേ, നബിയെ മക്കളെ കെട്ടിച്ചാണ് 4 പെൺകുട്ടികളുണ്ട്, നബിയെ എൻ്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പ്രാർത്ഥിക്കുന്ന പച്ച ശിർക്ക്. പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത ആരോടും പാടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത് ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. എവിടെ നമ്മൾ എന്ത് ഇബാദത്താണെങ്കിലും എന്ത് സൽക്കർമാണെങ്കിലും ഈ ഇസ്ലാമിൽ അള്ളാഹു ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശുദ്ധ ഖുർആനിൽ ചേർത്ത് പറഞ്ഞ 2 സാധനമാണെന്ന്. ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇത് നല്ല മനസ്സിലാക്കണം. നിങ്ങളെ കർമ്മങ്ങൾ ഇന്നെന്താ പറയുക, ഇന്നിപ്പോൾ എല്ലാ സാമൂഹ്യ സേവനമൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊരു വൈബാണ് അല്ലേ? ഒരു 10 റുപ്യേൻ്റെ പുസ്തകം കൊടുക്കണേന് 1000 റുപ്യേൻ്റെ പരിപാടിയാണ് നടത്തുക. 1000 റുപ്യേൻ്റെ പരിപാടി നടത്തുക. എന്നിട്ട് അത് എന്താണ്, റീൽസ്, ഫോട്ടോ, ഇത് ഫോട്ടോ എടുക്കും, എന്നിട്ട് റീൽസ് ആക്കും, എന്നിട്ട് അത് പേപ്പറിൽ വരും. ആ പേപ്പറിൽ വരുന്നത് പിന്നെയും ഫോട്ടോ എടുത്തിട്ട് പിന്നെ എന്താക്കും, പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആക്കും. അങ്ങനെ ആൾക്കാർ നല്ല ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിയ്യത്ത് തെറ്റാൻ പാടില്ല. ഇതൊക്കെ എന്താ പറയുക, തുടക്കത്തിലൊക്കെ എല്ലാവരും പറയും ഫോട്ടോ എടുക്കണ്ട അല്ലേ, നമ്മൾ സഹായം കൊടുക്കുമ്പോൾ ഫോട്ടോ എടുക്കണ്ട, അത് ശരിയല്ല എന്ന് പറയും. പിന്നെ എന്താ പറയുക, ഒരു 4 വട്ടം ഫോട്ടോ എടുക്കുമ്പോൾ ആ പറയലാണ് നിൽക്കും. പിന്നെ ഒരു 10 വട്ടം ആകുമ്പോൾ എന്താ പറയുക, ഫോട്ടോ ഒന്നും ഇല്ലേ എന്നാ ചോദിക്കുക, ഇപ്പോൾ ക്യാമറ ഒന്നും ഇല്ലേ എന്നാ ചോദിക്കുക. ഇതിപ്പോൾ ആരും ഇല്ലേ ഫോട്ടോ എടുക്കാനൊന്നും, നാളെ പേപ്പറിലൊന്നും ഉണ്ടാവില്ലേ. അങ്ങനെ മനുഷ്യനെ മാറ്റി പിശാചി മാറ്റാണ്. ശൈത്താൻ ഭംഗി ആക്കി കാണിക്കും. കാരണം എന്താ വെച്ചാലോ, ശൈത്താന്റെ ആഗ്രഹം ഇത് ഒരു കൂലി ഇതൊക്കെ പൊളിച്ച് കളയണം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ചെറിയ സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും അതിൻ്റെ നിയ്യത്ത് തെറ്റാൻ പാടില്ല. ആരെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ വേണ്ടിയിട്ടല്ല നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിയ്യത്തി മാറിപ്പോണൊരു അവസ്ഥയെ നമ്മൾ ഭയപ്പെടണം. പിന്നെ വിശ്വാസം, നല്ല വിശ്വാസം, തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ അല്ലേ? അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞ ജാഹിലിയത്തിൽ ഒരു അറബിണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ അറിയാത്ത മക്കയിലെ ഖുറൈശികളും മക്കയിലെ മുശ്രിക്കുകളും ആരും, അന്ന് മക്കയിലെ ഒരാൾക്കും ഒരു കുട്ടിക്ക് പോലും അറിയാത്ത വ്യക്തിയല്ല അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. ആയിഷ റളിയല്ലാഹു നബിയോട് ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗ്ഗത്ത് പോകുമെന്ന് ചോദിക്കുന്നുണ്ട് നബിനോട്. കാരണം എന്താ പറയുക, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്നാണ് അത്രയും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. അയാളെ കഥ കാണാൻ, ചരിത്രത്തിൽ കാണാൻ പറ്റും. അയാൾ ഒരു ബക്കുട്ടി ചങ്ങായിരുന്നു അല്ലേ? ചില നാട്ടിലൊക്കെ നല്ല വാപ്പാർക്ക് നല്ല തറവാട്ടിൽ നല്ല സാമൂഹ്യ സേവനം, നല്ല പ്രമാണിയായി നിൽക്കുന്ന വാപ്പാർക്ക് ചിലപ്പോൾ കുരുത്തം കെട്ട മക്കളുണ്ടാവും. എന്നിട്ട് തന്നെ എല്ലാവരും പറയും പറയിപ്പിച്ചാൻ ഒരു മകൻ ഉണ്ടായതാണ്. അറിയും എങ്ങനെ നന്നാക്കിയാലും നന്നാവില്ല. എല്ലായിടത്തും പോയി തല്ലും കുത്തും കച്ചറയും വെട്ടലും കൊത്തലും. അവസാനം വാപ്പിയും മൂത്താപ്പിയും കൂടി തീരുമാനിച്ചു ഓനെ ഇവിടുന്ന് നാട് കടത്താൻ തീരുമാനിച്ച വിവരം ഓനെ അറിയും. അങ്ങനെ നാട് കടത്തി അപമാനിക്കേണ്ട വെച്ചിട്ട് ഓൻ തന്നെ സ്ഥലം വിടും. എവിടെയെങ്കിലും പോയി കടന്ന് മരിച്ചവർ അങ്ങനെ തെണ്ടി നടന്ന് അവസാനം 2 മലൻ്റെ അടിയിൽ ഒരു വിടവിൽ ഒരു ഗ്യാപ്പിൽ എത്തിപ്പെടുന്നതാണ്. അവിടെ ആണ് കയറി നോക്കുമ്പോൾ അവിടെ നിറച്ച് സ്വർണത്തിൻ്റെ കൂമ്പാരം കാണുന്നതാണ്. ഇത് ചരിത്രമാണ്. അങ്ങനെ മൂപ്പരെന്ത് ചെയ്യോ, അതിന് നല്ല കിട്ടണമൊക്കെ കൂടി എടുത്ത് പോകുന്നു, നാട്ടിൽ വരും. എന്നിട്ട് വാപ്പാനോട് പറയും, ഞാൻ ചെയ്ത അക്രമത്തിനൊക്കെ ഞാൻ എന്ത് ചെയ്യാറ്, ഞാൻ വെട്ടിയും കൊന്നിയും കൊലപ്പെടുത്തിയും പരിക്കേൽപ്പിച്ച ആൾക്കാർക്കൊക്കെ നഷ്ടപരിഹാരമായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഓരോ കുടുംബത്തിലൊക്കെ പോയിട്ട് നഷ്ടപരിഹാരമൊക്കെ കൊടുത്തിട്ട് പിന്നെ മൂപ്പര് ഭയങ്കര ധർമ്മിഷ്ഠനായി ജീവിക്കുകയാണ്. ആര് വന്ന് മൂപ്പരോട് ചോദിച്ചാലും കയ്യിൽ നിന്ന് അപ്പെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ മൂപ്പര് 2 ദിവസം കഴിഞ്ഞിട്ട് എത്തിച്ചേരാന്ന് പറയും. മൂപ്പര് പഴയ സ്ഥലത്ത് പോയിട്ട് കുറച്ചുകൂടി സ്വർണ്ണം എടുത്ത് വരും, കൊടുക്കും. അങ്ങനെ ഭയങ്കര ധർമ്മിഷ്ഠനായി ജീവിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ. അദ്ദേഹത്തെ പറ്റി ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ സ്വർഗ്ഗത്ത് പോകുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി ഫീ യൗമിദ്ദീൻ എന്ന് ഒരിക്കൽ പോലും അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളെ നീ എനിക്ക് വിചാരണയുടെ ദിവസം എൻ്റെ പാപങ്ങളെ പൊറുത്തു തരണമേ എന്ന് അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്തത് കൊണ്ട് അവൻ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി. അതുകൊണ്ട് കുറേ സാമൂഹ്യ സേവനം നടത്തിയോണ്ടൊന്നും സ്വർഗ്ഗത്ത് പോകുന്നു വിചാരിക്കണ്ട. ആദ്യം വേണ്ടത് വിശ്വാസമാണ്, അഖീദയാണ്, ശരിയായ തൗഹീദാണ്. അതില്ലെങ്കിൽ ഒരു കർമ്മങ്ങളും നാളെ അള്ളാഹു സ്വീകരിക്കൂല. വലിയൊരു ചെമ്പ് ബിരിയാണി ചെയ്യാണ്ട് അതിലൊരു തുള്ളി മണ്ണെണ്ണ ആക്കിയാൽ ആ ബിരിയാണി ആർക്കും പറ്റൂല. അത്രയും മോശമാണ് ആ ബിരിയാണി, മണ്ണെണ്ണ ചോയ്ക്കണ ബിരിയാണി. ഒരാളും തിന്നൂല. സംഭവങ്ങൾ എന്ത് അണ്ടിപ്പരിപ്പിട്ടാലും എന്ത് മുന്തിരിയിട്ടാലും എന്തൊക്കെ അതിലിട്ടാലും സഹോദരങ്ങളെ മണ്ണെണ്ണൻ്റെ ചോയുണ്ടോ ആൾക്കാർ തിന്നൂല.
അതേപോലെയാണ് ഷിർക്ക് എന്നത്. എത്ര നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്താലും നമ്മൾ അള്ളാഹു അല്ലാത്തൊരു ശക്തിയിലേക്ക് ബദരീങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഏതെങ്കിലും ജാറത്തിലോ ഏതെങ്കിലും മക്ബറയിലോ പോയി അവിടുത്തെ കയറോ നൂലോ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും അള്ളാഹു തരാത്തൊരു ഖൈർ വേറെ ആരെങ്കിലും കൊണ്ടുതരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, എന്നെ ജീവിതത്തിലെ ബാധിച്ച പ്രയാസങ്ങൾ ഈ നൂലുകൊണ്ട്, ആ ജാറത്തിലെ വെള്ളം കൊണ്ട്, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് മാറുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ട്. ഏത് ഖൈറും ഷെറും അത് അള്ളാഹുവിന് മാത്രമേ തരാൻ കഴിയുള്ളൂ. അള്ളാഹു തരാത്തൊരു ഖൈർ ഒരു സൃഷ്ടിക്കും കൊണ്ടുതരാൻ കഴിയില്ല. അള്ളാഹു മാറ്റിത്തരാത്തൊരു ഷെറ് ഒരാൾക്കും മാറ്റിത്തരാൻ കഴിയില്ല. അതാണ് തൗഹീദ്. ആ വിശ്വാസം അല്ലെങ്കിൽ സകല കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. നിങ്ങൾ എത്ര കോടിക്കണക്കിന് ധർമ്മം കൊടുത്താലും, നിങ്ങൾ എത്ര മരിക്കോളം സുന്നത്ത് നോമ്പ് നോറ്റാലും, നിങ്ങൾ ഖുർആൻ ഓതി ഖുർആന്റെ മുകളിൽ മൂടും മരിച്ചാലും നിങ്ങളെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല സഹോദരങ്ങളെ. ഇത് സത്യമാണ്, ഹക്കാണ്. അതുകൊണ്ട് അതാണ് തൗഹീദ്. അതുകൊണ്ട് അതിലൊരു കളങ്കം ഉണ്ടാകാൻ പാടില്ല. ആദ്യം വേണ്ടത് വിശ്വാസമാണ്. രണ്ടാമത് ശരിയായ നീയത്തോടു കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. മറ്റാരുടെയെങ്കിലും സന്തോഷമോ അല്ലെങ്കിൽ തൃപ്തിയോ പൊരുത്തോ ഓൻ എന്തെങ്കിലും വിചാരിക്കുന്നോ മറ്റയാളുടെ മുമ്പിൽ എങ്ങനെ ഇത് പറയാമെന്നോ പേടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് ഒരു പ്രതിഫലം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ നീയത്ത് തകരാറായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യണ കർമ്മങ്ങളെ നീയത്ത് നന്നാക്കാൻ പരമാവധി ശ്രമിക്കുക. ഇതോടെ അവസാനിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. എത്ര ചെറുതാണെങ്കിലും നോമ്പ് വരാൻ പോവാണ്. അതുകൊണ്ട് നോമ്പിനെ പറ്റി എന്നോട് പറയാൻ പറഞ്ഞു, സമയം അധികരിച്ചിട്ടുണ്ട്. നോമ്പ് എന്ന് പറഞ്ഞാൽ മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മാറാനുള്ള ഏറ്റവും നല്ലൊരു ചാൻസാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. കാരണം പടച്ചോന് എന്ത് ചെയ്തു? നരകത്തെ അടക്കും, പിശാചുക്കളെ ബന്ധിക്കും, നന്മകൾക്കുള്ള സകല എളുപ്പങ്ങളും യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. ആലോചിക്കണം, അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണെന്ത്? നോമ്പ് കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നോക്കി, നോമ്പിന് നന്നാകാൻ സുഖമാണ്. നമുക്ക് കൂടുതൽ ഖുർആൻ ഓതാ, കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുക, തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് നന്നാകാൻ ഒരു മാറ്റത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ റമദാൻ. അതുകൊണ്ട് ഈ 2025 റമദാൻ അത് നമ്മളെ ജീവിതത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു റമദാനായിട്ട് മാറണം. നല്ല നമസ്കാരം, ഇഖ്ലാസോടുകൂടിയുള്ള ഖുർആൻ പാരായണങ്ങൾ, നല്ല സൽക്കർമ്മങ്ങൾ. ആരോടെങ്കിലും തെറ്റിക്കണമെങ്കിൽ അതൊക്കെ പൊരുത്തപ്പിടിച്ച, നമ്മളെ കാരണം കൊണ്ട് തന്നെ തെറ്റിക്കണമെങ്കിൽ അതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടുക. വേറെ ആളെ കാരണം കൊണ്ടാണെങ്കിലും സലാം പറഞ്ഞ് കയറിച്ചെന്ന് ഒക്കെ പൊരുത്തപ്പെട്ട്. അതിൻ്റെ പ്രശ്നമുണ്ടോ? അത് വിട്ടുകൊടുത്താളി സഹോദരങ്ങളെ. 1 സെന്റ് 2 സെന്റിന്റെ പേരിലൊന്നും ഒരാളോട് തെറ്റി നിൽക്കരുത്. അഞ്ചനോടോ ഏട്ടനോടോ അമ്മോനോടോ അളിയന്മാരോടോ തെറ്റി നിൽക്കുന്നത് സഹോദരങ്ങളെ നാളെ പരലോകത്ത് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് 1, 2 സെന്റും ഇവിടെ 10,000 സെന്റുള്ള എത്രയോ ആളുകൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ഒക്കെ ദുനിയാവ് കണ്ണട് ആ റൂഹണ് പോയി കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വിലയില്ല. മക്കള് ഓരിയച്ഛനെടുക്കും, നിങ്ങളെ ഫോണ് പോലും നിങ്ങൾക്ക് കിട്ടൂല. അതൊക്കെ അഞ്ചനോ ഏട്ടനോ മക്കളോ ആരെങ്കിലും കൊണ്ടുപോകും സഹോദരങ്ങളെ. നിങ്ങളെ ഖബറിൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ പേരിൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ റമദാനോട് കൂടി അതൊക്കെ പൊരുത്തപ്പെടിച്ച് നന്നായിട്ട് ഇതൊരു നല്ല റമദാനായി ജീവിതത്തിൽ ഇതേവരെ കൊടുക്കാത്ത ഒരു സ്വതക്ക ഈ റമദാനിന് കൊടുക്കും. ഒരു കുടുംബത്തെ, ഒരു യതീമായ കുടുംബത്തെ ഞാൻ മാസം സംരക്ഷിക്കും, അല്ലെങ്കിൽ ഒരു കുട്ടിൻ്റെ വിദ്യാഭ്യാസം ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ ജീവിതത്തിൽ എടുക്കാത്ത ഇതേവരെ എടുക്കാത്ത ഒരു വലിയ തീരുമാനങ്ങൾ ഈ റമദാനിൽ നമ്മൾ എടുക്കണം. അങ്ങനെ ഈ റമദാൻ ഒരു മാറ്റത്തിൻ്റെ റമദാനായി. ഓരോ റമദാനിന് ശേഷം നമ്മുടെ ഈമാൻ്റെ അവസ്ഥ മെച്ചപ്പെട്ട് നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ട് നമ്മൾ മരിക്കണ ഒരു സന്ദർഭം ഉണ്ടാവുമല്ലോ. അതെന്നാണെങ്കിലും ആ അവസാന ആയുസിൻ്റെ അവസാനമാകുമ്പോഴേക്ക് നല്ലൊരവസ്ഥയിൽ കൂടുതൽ ഈമാനോടുകൂടി, കൂടുതൽ തെക്കവയോടുകൂടി, കൂടുതൽ സൽക്കർമ്മ നിരതനായിക്കൊണ്ട് നെറ്റിത്തടത്തിൽ വിയർപ്പുമായിട്ട് നാളെ മരിച്ചു പോകാൻ, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. توفنا مسلمين والحقنا بالصالحين. امين امين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.